السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, നമ്മോട് നേരത്തെ വിട പറഞ്ഞു പോയ നിരവധി പർവ്വത തുല്യമായ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം കുറവാണ് നമ്മുടെ നാട്ടിൽ. പരമാവധി ചെയ്യുന്നത് അവരുടെ ഒരു ആണ്ട് സമയമാകുമ്പോൾ, ഒഫാത്തായി പിറ്റത്തെ കൊല്ലെത്തുമ്പോൾ അങ്ങനെ വർഷം അങ്ങനെ ആണ്ട് നടത്തും. അത്രേ ഉള്ളൂ. ആരായിരുന്നു അവർ എന്ന് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ആരായിരുന്നു അവരെന്ന് ഈ തലമുറക്ക് അറിയില്ല. നമ്മളൊരു മൊയ്ലിയരും ഒരു മൊയ്ലിയരായിരുന്നു, ഇത്രേ അറിയുള്ളൂ. നിരവധി ഉസ്താദുമാർ ആ ഗണത്തിലുണ്ട്. അവരെ പറ്റിയുള്ള ചരിത്രം അറിയില്ല എന്നത് കാരണം പലപ്പോഴും ഇപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർ അങ്ങനെ ചില മഹാന്മാരെ സംബന്ധിച്ചൊക്കെ അനുസ്മരണ പരിപാടി നടത്തുകയും അവരെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഓക്ക ഉസ്താദിൻ്റെ ഒരു പ്രധാന ഉസ്താദ് കൂടിയായിരുന്ന ഒരു കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, വലിയ ഉസ്താദ് എന്നാണ് ആ കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ അവിടെ പറയാം. എവിടെ സ്ഥലം? നമ്മളെ കോഴിക്കോടിനപ്പുറം കൊയിലാണ്ടിക്കടുത്ത ഒരു പ്രദേശമുണ്ട്. വലിയ ദർസ പക്കാലത്ത്, പഴയ കാലത്ത് നടന്നതാണ്. അന്ന് അവിടുത്തെ മുദരിസായിരുന്നു ഈ പറഞ്ഞ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, വലിയ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. മാസം കാണുന്ന സ്ഥലം എപ്പോഴും കാപ്പാട്. കാപ്പാട് പ്രദേശത്താണ് ബഹുമാനപ്പെട്ട അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പോൾ ഞങ്ങളൊരു 19 ആളുകൾ ഇങ്ങനെ നമ്മുടെ പഴയ ഉസ്താദുമാരൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്. ആ സിയാറത്തിന് പോയി. അങ്ങനെ അവിടെയും ചെന്നു. അപ്പം ഞങ്ങളടുത്ത് മൈക്കസെറ്റൊക്കെ ഉണ്ട്, 50 ആളുണ്ടല്ലോ. അപ്പം അവിടെ വെച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഉസ്താദിനെ കുറിച്ച്, ഒക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണ്, നേരെ ഉസ്താദാണ്, അവരുടെ ചരിത്രങ്ങളും സംഗതികളൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ നാട്ടുകാർ തന്നെ ഇയാൾ ഇത്ര വലിയൊരാളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതിന് ശേഷം ഇപ്പം അവരും കൊല്ലത്തൊരു പ്രാവശ്യമെങ്കിലും ആണ്ട് നടത്താൻ തുടങ്ങിയെന്ന് നാട്ടുകാർ എന്നോട് പറഞ്ഞു. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഉസ്താദായിരുന്ന
വലിയ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നൊരു കുഞ്ഞഹമ്മദ് മുസ്ലിയാരുണ്ട്, ഇരുമ്പാലശ്ശേരി, ചെറുപ്പശ്ശേരിക്കടുത്ത സ്ഥലം. അവിടെയും ഞങ്ങൾ സിയാറത്തിന് പോയി. മൂപ്പരെക്കുറിച്ചും ഇതേപോലെ ഒരു ചെറിയ മൈക്കൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു. കാപ്പാട് ചെന്നപ്പോൾ ബഹൂറിൻ്റെ സമയമാണ്, ജമാഅത്ത് കഴിഞ്ഞ് കണ്ട ഞങ്ങളിത് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഇഷാൻ്റെ സമയമാണ്. അപ്പോൾ ഇഷസ്കാരത്തിൽ കണ്ടമാനം ആൾ കൂടിയിരുന്നു. അവരൊക്കെ ഞങ്ങളെയും കണ്ടപ്പോൾ എന്താ പറയുക പരിപാടി വെച്ചിട്ട് അവരും വന്നു, ശ്രദ്ധിച്ചു. നമ്മളിതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ കുഞ്ഞാമോല് പറയുമ്പോൾ മരിച്ചു വയ്ക്കണമെന്നല്ലാതെ ഒരു സംഗതി അറിയില്ല. അപ്പോൾ ആ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ചരിത്രവും ഒക്കെ നാട്ടിലേക്ക് പറഞ്ഞിടത്ത് പോൽക്കും എന്തായി. അവർ അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും അവിടുത്തെ അനുസ്മരണം നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും അറിയാതെ പോയത് കൊണ്ട് പഴയ തലമുറക്ക് പുതിയ തലമുറക്ക് പഴയവരെ കുറിച്ച് അറിയില്ല. ഷിഹാബുദ്ദീൻ സാലിയാത്തി ആരായിരുന്നു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരായിരുന്നു, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ആരായിരുന്നു, അതൊന്നും അറിയാത്ത പോലെ അറിയാതെ കിടക്കുന്ന ഒരാളാണ് ഇപ്പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ. പരിസരത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയും, അവർ പേര് കേട്ടറിയും. ആരായിരുന്നു ഈ അഹമ്മദ് കുട്ടി മുസ്ലിയാർ? അപ്പോൾ ദറജ എന്തായിരുന്നു? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രധാന ഉസ്താദാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കുത്തുബി തങ്ങളുടെ ശരീക്കാണ് ബഹുമാനപ്പെട്ടവർ, ക്ലാസ്മേറ്റ. കുത്തുബിയും ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാരും പഠിച്ചത് ഒറ്റ ഉസ്താദിൽ നിന്നാണ്. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നുള്ള പേരിൽ അറിയപ്പെടാം. വലിയ മുസ്ലിയാരാണെങ്കിലും ഹാജി ഹാജി എന്നാണ് കുഞ്ഞാമാജി നാട്ടൂരും. തിരൂരങ്ങാടി ആ ഭാഗത്തൊക്കെ എപ്പോഴും പഴയ ആളുകൾക്ക് അറിയാം കുഞ്ഞഹമ്മദ് ഹാജനെ. അപ്പോൾ അവരും ഹാജി എന്നുള്ളതല്ല പേരിൽ പറയാം. തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, അത് ഹാജിയില്ല മുസ്ലിയറും ഇല്ല, ബാപ്പുവൊക്കെ അറിയാം, നാട്ടുകാരൊക്കെ. വലിയ ആളാണ്, നാട്ടുകാരും ഒരു ബാപ്പുവൊക്ക അങ്ങനെ അറിയാം. അപ്പോൾ നാട്ടുകാരെക്കുറിച്ച് ഇസ്ലാഹ ഉണ്ടാവും. ആ ഇസ്ലാഹ പ്രകാരം വലിയ ആളായിരുന്നു ഈ പറഞ്ഞ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഈ രണ്ട് മഹാന്മാർ പഠിക്കണ കാലത്ത് അവിടെ പഠിച്ച ഒരു മൂന്നാമത്തെ വ്യക്തിയാണ് KM മൗലവി. ഇവരുടെ ശരീക്കായും ഉണ്ടായിരുന്നു KM മൗലവി. KM മൗലവി പിന്നെ വഹാബിയായി പോയി. ഇവരുടെ ഉസ്താദായ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നാട്ടുകാരനാണല്ലോ, കുഞ്ഞഹമ്മദിൻ്റെ ദർസിന്ന് പഠിച്ച ആളുമാണ് എന്നൊക്കെ കരുതി മൂപ്പരെ മകളെ ഇയാളെ കൂടെ കിട്ടിച്ചെടുത്തു. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മകളെയാണ് KM മൗലവി കിട്ടിയത്. കുഞ്ഞഹമ്മദ് ഹാജി 1919 വഫാത്തായി. ഈ പറഞ്ഞ ബരക്കൊസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി ആരെ കുത്തുബിയുടെയും ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ഒക്കെ ഉസ്താദായ ഇവർ വഫാത്തായത് 1919. 1921 ശേഷമാണ് KM മൗലവി വഹാബിസത്തിലേക്ക് പോയത്. അപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജി ജീവിച്ചിരിപ്പുള്ള അയാൾ വഹാബിയായിട്ടില്ല. അപ്പോൾ വഹാബിസത്തിന് കുഞ്ഞഹമ്മദ് ഹാജി കൂട്ടുന്നിരുന്നു, കുഞ്ഞഹമ്മദ് ഹാജി അതിൻ്റെ പിന്നിലായിരുന്നു എന്ന് വഹാബികൾ പറയുന്നത് ശുദ്ധ കളവാണ്. കുഞ്ഞഹമ്മദ് ഹാജി മരിച്ച് 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾ വഹാബിസത്തിലേക്ക് വരുന്നത്. ഏതെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെറുശ്ശേരി ഇപ്പോൾ കഴിഞ്ഞുപോയ
ചെറുശ്ശേരിയുടെ ഉപ്പാൻ്റെ ഉപ്പ, വാപ്പയുടെ വാപ്പയാണ് ബഹുമാനപ്പെട്ടവർ. ചെറുപ്പത്തിൽ തന്നെ മൂപ്പര് ആരുടെയും ശ്രദ്ധ എത്താത്തടത്ത് മൂപ്പര് ശ്രദ്ധിത്തു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം ആരെങ്കിലും ഫത്വക്ക് വന്നാൽ വലിയ ഉസ്താദായ ചാലത്ത് കുഞ്ഞഹമ്മദിനെ കണ്ട് ഫത്വ ചോദിച്ച് മടങ്ങിപ്പോണവരോട് മൂപ്പര് പറയും, നിങ്ങൾ എവിടുന്നാ വന്നത്, എന്തിനാ വന്നത്, എന്താ നിങ്ങളെ വിഷയം? അപ്പോൾ ഞങ്ങൾ വലിയൊരു വിഷയം അതേറ്റ് വന്നതാണ്. എന്നിട്ട് അതിപ്പോൾ സംബന്ധിച്ച് എന്തേ ഉസ്താദ് പറഞ്ഞു? അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം അല്ല, ചിലപ്പോൾ കാര്യം ഉണ്ടായെങ്കിലോ നിങ്ങൾ പറയും. അപ്പോൾ അവർ വന്ന വിഷയമൊക്കെ പറയും. അപ്പോൾ ഉസ്താദ് പറഞ്ഞ ഫത്വക്ക് എതിരിൽ ഇയാൾ പറയും, ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ശരി തന്നെ, നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു നോക്കി, ഇങ്ങനെ ഒരു സംഗതി ഇല്ലേ, ഇങ്ങനെ ചെയ്തുകൂടെ? ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പോലും. ഒരു വീട്ടിൽ വന്ന് ഒരു സംഭവം, ഞാൻ ഈ കാലഘട്ടത്തെ അനുഭവിച്ച ആളല്ല. അപ്പോൾ എനിക്കിത് കിട്ടിയത് പറഞ്ഞവരിന്ന് അങ്ങനെ കേട്ടവരിന്ന് കേട്ട് അങ്ങനെ കിട്ടിയതാ. എങ്ങനായാലും പഴയ ആൾക്കാരെ ചരിത്രങ്ങൾ കേട്ടത് അങ്ങനെ സൂക്ഷിച്ചൊക്കെയുണ്ട്. എന്നല്ല ഇപ്പം ഇതൊന്നും പറയാൻ ഞാൻ ആ കാലത്ത് ജനിച്ചോണ്ടുമില്ല. അപ്പോൾ ഒരു കഥ ഞാൻ കേട്ടത്, ഒരു കൂട്ടർ വന്നു. അപ്പോൾ എന്താ വന്ന വിഷയം ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ചങ്ങായി പെണ്ണ് കെട്ടി. അപ്പോൾ അവനെ പെണ്ണും നല്ല ഇബാദത്ത് ആബിദത്ത. ഇവന് ഒരു ഷോപ്പ് നടത്തുന്ന കച്ചവടക്കാരനാണ്. ഓൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ പൂട്ടി, പീടിയെ പൂട്ടി വീട്ടിൽ വന്നപ്പോൾ ഭാര്യ നിസ്കരിക്കാൻ നിൽക്കുക. അപ്പോൾ ഇയാളൊന്ന് വന്ന് കുളിച്ച് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് റാഹത്താകാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ നിസ്കാരത്തിലാണ്. അപ്പം അന്ന് അയാൾ പറഞ്ഞു ഭാര്യനോട്, ഇത് എൻ്റെ നിസ്കാരവും സംഗതിയൊക്കെ ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ വരുന്ന സമയത്ത് വാതിൽ തുറന്നു തരാനും ഒരു മുക്ക് വെള്ളം തരാനും അതിനൊന്നും ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേന്ന് വന്നപ്പോഴും ഇങ്ങനെ തന്നെ കഥ. അപ്പം അയാൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇനി നാളെ ഇങ്ങനെ ഞാൻ വരുമ്പോൾ ഇങ്ങനെ തന്നെ ആണെങ്കിൽ, നിക്കാരത്തിലാണെങ്കിൽ സല 3 വലാക്കും ടീം എന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്നപ്പോഴും ഇങ്ങനെ തന്നെ. അപ്പം 3 വലാക്കുമായി. ഇനിയിപ്പോൾ എന്താ കാട്ടുക? വല്ല വഴിയുണ്ടോയെന്ന് അറിയാനാണ് വലിയ മൂല്യരായിരുന്ന ചെറുശ്ശേരി ചാലകത്ത് കുഞ്ഞഹമ്മദിനെ സമീപിക്കാൻ വന്നത്. ചെറുശ്ശേരി എന്ന് അവിടെ പഠിക്കുകയാണ്, ചാലകത്തിന് ദർസ് പഠിക്കുകയാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പോൾ മൂപ്പര് പറഞ്ഞ ഒരു വഴിയില്ല, ഞാൻ വരുമ്പോൾ നിൽക്കുകയാണെങ്കിലല്ലേ പറഞ്ഞത്, മൂപ്പര് വരുമ്പോൾ ഇവള് നിൽക്കുന്നല്ലേ, അപ്പം ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, തലാക്കെല്ലാം പോയി. 3 തലാക്ക് ഇയാൾ കണ്ണോട്ട് ചുരുക്കിയിട്ടുമില്ല. എപ്പോഴും തന്നെയല്ലേ നമ്മൾ കാണില്ലേ, എന്തെങ്കിലും ചെറിയൊരു ദേഷ്യം പെടുമ്പോക്കിന് 3 തലാക്ക് കൊണ്ട് ചെല്ലി, ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല.
പിന്നെ ഇങ്ങനെ ഫത്വ കിടക്കും. നായപ്പന്മാർക്കായതിന് തന്നെ ഒന്ന് ചെല്ലിക്കാണ്ട് രണ്ടെണ്ണം വക്കിച്ചൂടെ? അത് ചെയ്യൂല. ഞാൻ ഒരു ചങ്ങാതിനോട് ചോദിച്ചു, 3 തലാഖ് കൂടി തന്നെയല്ലേ? അപ്പം പറയാ, ഉസ്താദേ ഓള ആ സംഗതിക്ക് 3 അല്ല 300 തലാഖുണ്ടെങ്കിൽ ഒക്കെ ചൊല്ലും. ആ ജാതി വിടക്കോട്. പിന്നെ ഫത്വക്കാരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇജ്ജല്ല എന്നോട് പറഞ്ഞ് 300 തലാഖുണ്ടെങ്കിൽ ചൊല്ലും, ഇപ്പം എന്തിനാ ഇജ്ജ് ഫത്വ ചോദിക്കാൻ വരണം? അപ്പം തലാഖ് ചെല്ലുമ്പോൾ ആ ഈർഷതൊക്കെ ഒക്കെ ചൊല്ലണം. എന്താണ് അതിന് ഭവിഷ്യത്ത് എന്നൊന്നും ഓർക്കൂല. അപ്പം ഏതായിരുന്നാലും ഞാൻ പറയാം, 3 തലാഖും ആയി, ഇനിയൊരു വൃത്തിയില്ല എന്ന് കുഞ്ഞാമ്പാജി പറഞ്ഞു. അപ്പോൾ ഓലിങ്ങനെ ഒരു മനക്ലേശത്തോടെ ഇനിയിപ്പോൾ വേറെ അടുത്തേക്ക് പോകാനില്ല. കേരളത്തിൽ എന്നറിയപ്പെടുന്ന ഒരു ആലിമീൽ വലിയ ആളാണ് ചാലത്ത് കുഞ്ഞാമാജി. അപ്പോൾ ഈ മൂലയുരുട്ടി കൊണ്ടുകൊടുന്ന് താഴത്ത് കുഞ്ഞാമദാജി അതെന്താ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതേ തലാക്ക് പോകുന്നില്ല, അതിൻ്റെ അടുത്ത് വഴിയുണ്ട്. അത് ഉസ്താദ് തലാക്ക് അയക്കണം, ഇനി മടക്കിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ഇത് പറഞ്ഞാൽ അത് നിങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു നോക്കി, ചോദിച്ചു നോക്കി, എന്നിട്ട് ഉസ്താദിനെ വിളിക്കട്ടെ. അല്ലേ? അപ്പം ഇവർ പിന്നെ മുഴുക്കാൻ കഴിയും. അപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി പെങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അതാ മുട്ടിയിട്ട് എണീക്കാരം ഓനപ്പോൾ പറയുള്ളൂ. അപ്പം അഹമ്മദ് മുസ്ലിയാർ വിളിച്ചു, ഇങ്ങനെ അവരോട് എന്തേ പറഞ്ഞു? അല്ല തലാക്ക് പോയി ഞാൻ തീരുമാനിച്ചായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്താ വെച്ചാൽ അങ്ങനെ പറയുന്നത്? അത് നമ്മൾ കാര്യം ചെയ്യാം, നമ്മളൊരു ദിവസം ഈ പെണ്ണിനെയും കൂട്ടി ഇവരോട് വരാൻ പറയാം, ഇവിടെ ഒരു വീട്ടിലേക്ക് ആക്കാം. വീട് നമുക്ക് ഏതെങ്കിലും സൗകര്യപ്പെടുത്തിയപ്പെട്ട വീടാക്കാം. അവിടേക്ക് ഉസ്താദും വരാം, ഇവനും വരട്ടെ. അപ്പം എന്താ മൂപ്പർ ഉദ്ദേശിച്ച ഏത് ഐഡിയ എന്ന് മനസ്സിലായില്ല. ഏതായാലും പറഞ്ഞ മാതിരി ഇന്ന് ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ വന്നു. ആ പെണ്ണുമുണ്ട്. ആ പെണ്ണിനോട് ചെറുശ്ശേരി ചോദിച്ചു, നിസ്കരിക്കാൻ അറിയാം? ആ അറിയാം. എന്നാലും ഫാത്തിഹ ഒക്കെ ഒന്ന് ഉറക്ക ഓതുക ഇവിടെ ഈ റൂമെന്ന്, ഞങ്ങളിവിടെ ഇങ്ങേപ്പുറത്തുണ്ട്. അല്ല, അന്യ പെണ്ണിനെ കാണാൻ പാടില്ല, ശരി തന്നെയാണ്. അന്യ പെണ്ണിൻ്റെ സൗത്ത് കേൾക്കാൻ പാടില്ല എന്നില്ല, അങ്ങനെ നിയമമല്ല. സൗത്ത് അവരത്തല്ല എന്നാണ്, സൗത്ത് കേൾക്കാം. അതുകൊണ്ട് തൊഫി തന്നെ പറഞ്ഞാണ്, പെണ്ണുങ്ങളൊക്കെ ചില ജോലി സമയത്ത് ഇങ്ങനെ പാട്ട് വിടും. പെണ്ണുങ്ങൾ ആണുങ്ങളും പാടുണ്ട്. ഞാറ് പറിക്കുന്ന പെണ്ണുങ്ങൾക്ക് വലിയൊരു പാട്ട്. നിങ്ങളിനി പുതിയ മുത്താലിമേനായെന്നോ കണ്ടിട്ടുണ്ടാവില്ല. പാടത്ത് ഞാറ് പറിക്കുന്ന പെണ്ണുങ്ങൾക്ക്, നടുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് പുറത്താണുങ്ങൾക്ക് പോലെ വലിയ ശാക്കത്തായ ചുമടുകൾ ഏറ്റിക്കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കും ഉണ്ട് ഇങ്ങനെ ഒരു പാട്ടും പാടിയിട്ട്. അങ്ങനെ എന്നാൽ പിന്നെ അതിനൊരു സെഹല് കിട്ടും, ഇങ്ങനെ പാടാൻ പറ്റുന്നതാണ്. ആ പാട്ട് അന്യപുരുഷന്മാർ കേട്ടു എന്നതുകൊണ്ട് ഹറാമില്ല എന്ന് പറഞ്ഞു. ഇനി അതേമാതിരി തന്നെയാണ് പെണ്ണുങ്ങൾ അവരെ കുട്ടികൾ ഉറക്കുകയാണ്, റോഡ് സൈഡിലുള്ള വീടാ. അപ്പോൾ താരാട്ട് പാട്ട് ഇങ്ങനെ പാടി അവർ ഉറക്കുക. ഈ പാട്ടേ കൂടെ പോണോല് കേൾക്കുന്നുണ്ട്. എന്നുകൊണ്ട് ഇവർ പാട്ട് പാടിക്കൂടാ എന്നില്ല, പാട്ട് ചുരുക്കണം എന്നുമില്ല. അത് കേൾക്കാൻ വേണ്ടി അന്യ ആൾക്കാർ നിൽക്കരുത്. ഓരങ്ങനെ കേൾക്കാൻ വേണ്ടി നിൽക്കൽ ഹറാമാണ്, അത് വേറെ വിഷയം. അങ്ങനെയാണ് അതിൻ്റെയൊക്കെ സംഗതി. ഇവിടുത്തെ പറയാൻ വിഷയമല്ല, ഞാനിവിടെ നെല്ലീർ പറഞ്ഞ. അപ്പോൾ ഏതായിരുന്നാലും ഓള് നിസ്കരിക്കട്ടെ, നമ്മൾ കേൾക്കുക. അങ്ങനെ ഓള് വന്ന് നിസ്കരിക്കുകയാണ്. നോക്കുമ്പോൾ ഫാത്തിഹ മുഴുവൻ തെറ്റാ. ഫാത്തിഹ ഓള് പഠിച്ചില്ല, തെറ്റാണ്.
ഇഹ്ദിന സിറാത്തൽ മുത്തഖീൻ എന്ന് പറഞ്ഞ സീനൊന്നുമില്ല. എന്നാൽ മതി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ. മഹറജൊക്കെ തെറ്റിപ്പറ്റ എന്താണ്. അപ്പം ഞാൻ വരുമ്പോൾ നിക്കരിക്കുകയാണെങ്കിൽ ഇജ്ജ് താലിക്കാണെന്നാണല്ലോ പറഞ്ഞിരിക്കണത്. അങ്ങനെ പറഞ്ഞുകൊടുത്ത് സഹിയായ നിക്കാരത്തിൻ്റെ മേലിൽ ഹംല ചെയ്യണം എന്നാണ്. അങ്ങനെ മസല. ഇവിടെ നിക്കാരം സഹിയല്ല. എന്തുകൊണ്ട്? ഫാത്തിഹ ശരിയല്ല, നിക്കാരും ശരിയല്ല. അപ്പം ഞാൻ വരുമ്പോൾ നിക്കരിക്കുകയാണെങ്കിൽ നാം പറഞ്ഞിരിക്കണത് നിസ്കാരം നടന്നില്ല. പിന്നെ ഇവിടെ നടന്ന് നിസ്കാരത്തിൻ്റെ കോലത്തിലൊരു കോലം കാട്ടിയതാ. അപ്പം ഞാൻ വരുമ്പോൾ നീ നിസ്കാരത്തിൻ്റെ കോലം കാട്ടുന്ന ആണെങ്കിൽ താലിക്കാന്നല്ലല്ലോ പറഞ്ഞിരിക്കണത്. അപ്പം നിസ്കാരം നടത്തിയില്ലല്ലോ. അപ്പം പിന്നെ എങ്ങനത്തെ പോവാ? അപ്പോളെ ഉസ്താവ് തന്നെ അതൊരു ശരി തന്നെ. നോക്കുമ്പോൾ ഇവിടെ നിൽക്കാനും ശരിയായിട്ടില്ല. അത് പൊതുനയമാണ്. ഇങ്ങനത്തൊക്കെ സ്ഥലത്ത് ഒരാൾ തഅലീഖ് ചെയ്താൽ ആ മുഅല്ലഖ് അലൈഹിയായ സംഗതി സഹിയായിരിക്കണം. അതിൻ്റെ മേലെ ചുമത്തുക. അപ്പം ഈ നിസ്കാരം സഹിയായ നിസ്കാരമില്ല, അവിടെ തലാഖ് പോയിട്ടില്ല. അപ്പോൾ ആമ്പുട്ടി ജില്ലക്കാരനല്ല. ഇതൊരു വാക്കയത്താ. ഇതുപോലെ വേറൊരു വാക്കയത്തെ ഞാൻ കേട്ടു. ഇതൊക്കെ ഞാൻ കേട്ടത്, ഇനി കേട്ടതിൽ അങ്ങനെ അല്ലാതെ കേട്ടവരും ഉണ്ടാവും. അതിലിപ്പോൾ എനിക്ക് തെറ്റൊന്നുമില്ല. ഞാൻ കേട്ടതാ ഞാൻ പറയണത്. ചരിത്രത്തിൽ റിവായത്ത് പലതും വരാൻ കാരണം അങ്ങനെയാണ്. വേറെ ചില റിവായത്തിൽ വ്യത്യാസം ഉണ്ടാവും. വേറെ ഒരു റിവായത്തിൽ ഇതേപോലെ ഒരു സ്ത്രീ ഉണ്ട് തന്നെ, തലാഖിൻ്റെ വിഷയം തന്നെ. ആ സ്ത്രീയോട് ഭർത്താവ് പറഞ്ഞു, അമ്മോസനെഴുത്ത് തെറ്റിയപ്പോൾ ഇയാൾ അമ്മോസനെഴുത്ത് തെറ്റി, അതായത് ഭാര്യയുടെ ഒപ്പേറ്റ്. അപ്പോൾ ഇനി ഒരിക്കലും ബാപ്പാൻ്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. ബാപ്പാൻ്റെ കൊടുക്കുന്നവരെ പറഞ്ഞു അവിടേക്ക് പോകാൻ പാടില്ല. കാരണം ആണ്ട് പോകണം എനിക്ക് വരുത്തില്ല. അഥവാ എൻ്റെ സമ്മതമൊന്നും വാങ്ങാതെ ബാപ്പാൻ്റെ അടുക്ക് പോയാൽ ഫാന്തിഹാലിക്കും ഇല്ല. ഇയാൾ തലാക്ക് അവിടെ വെച്ചു. അപ്പം ഇവള് പിന്നെ അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഭർത്താവിനെ കണ്ടോളല്ലോ എന്ന നിലക്ക് പോവില്ല. അതിൻ്റെ ഇടയിൽ ബാപ്പ മരിച്ചു. മരിച്ചപ്പം ഇനിയിപ്പോൾ എന്താ കാട്ടുന്ന് പോകാൻ പറ്റിയല്ലോ. മരിച്ചിട്ടും കൂടി ആ പെണ്ണ് വന്നില്ല പറഞ്ഞാലേ അത് വലിയൊരു ഏതല്ലേ എന്ന നിലക്ക് ഇവള് സമ്മതം വാങ്ങാതെ മരിച്ചെടുത്ത് പോയി വന്നപ്പോൾ ഇത് പ്രശ്നമായി. ഇപ്പം 3 തലാഖും ചൊല്ലി അയിമ വെച്ചിക്കണല്ലോ. ഇവള് വാപ്പാനോട് പോയില്ലേ, മരിച്ചിട്ട് അയാത്തുള്ളപ്പോൾ നന്നോൻ പറഞ്ഞില്ലല്ലോ. അവിടെ തലാഖായി. എല്ലാ മൗലവിമാരും അങ്ങനെ തന്നെ അറിഞ്ഞാൽ. അപ്പോൾ മൂപ്പര് അന്നേയൊക്കെ ഒരു വിക്കർസരനാണ്. മൂപ്പർക്കൊരു മസല ഉണ്ടാവും, വിക്കർസ് മസല ഉണ്ടാവും. മൂപ്പരെന്ത് പറഞ്ഞു? നമ്മളെ അഹമ്മദ് മുസ്ലിം അത് തലാഖ് പോവില്ല. അപ്പം എന്താ മൂപ്പര് പറഞ്ഞത്? ബാപ്പ മരിച്ചാൽ പിന്നെ ഇവള് പോയത് ബാപ്പാൻ്റെ കൊടുക്കല്ല. ബാപ്പാൻ്റെ ഓടെ ഇറങ്ങുന്നത് ബാപ്പ ഉള്ളപ്പോഴാ. ബാപ്പ മരിച്ചാൽ അയാളെ ഇർസെല്ലാം പറ്റുള്ളവർക്ക് നീങ്ങിയില്ലേ. അയാളെ അനന്തരാവകാശം മറ്റുള്ളവരിലേക്ക് നീങ്ങി. പിന്നെ വാപ്പാക്ക് ഒരു സ്വന്തം വീടോ കുടിയോ സ്ഥലമോ ഒന്നുമില്ല. ഇയാൾ പറഞ്ഞിരിക്കണ ബാപ്പാൻ്റെ കൊടുക്കുവായിരുന്നാ. വാപ്പ മരിച്ചോടെ വാപ്പാൻ്റെ കൂടെ എന്നുള്ളത് ഒഴിവായി. അവള് പോയത് ഇപ്പം ആർക്കും തീരുമാനമായിട്ടില്ല അങ്ങനത്തെ ഒരു കൂട്ടുക. കാരണം തക്സീമാക്കി തീരുമാനമാക്കുമ്പോഴല്ലേ തീരുമാനമുള്ളൂ. അവിടെ വാപ്പാൻ്റെ കൊടുക്ക് പോയാൽ എന്നാ പറഞ്ഞത്. വാപ്പാൻ്റെ കൊടുക്ക് പോയിട്ടില്ല, അതുകൊണ്ട് തലാഖായിട്ടില്ല. ഇങ്ങനെ പല ഉദാഹരണങ്ങളും ബഹുമാനപ്പെട്ടവരുടെ 10 സംബന്ധമായി ഇതിനൊക്കെ ആക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴിവ് മുപ്പരിൽ ഉണ്ടായതുകൊണ്ടാണ് സമസ്തക്കന തുടക്കം കുറിക്കണം. ആവിർഭാവ കാലത്ത്
അതിൻ്റെ വലിയ സൂത്രധാരകന്മാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവരും, കുത്തുബിയെ പോലെ തന്നെ. പക്ഷേ അവർ രണ്ടുപേരും സമസ്തയിലെ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് നിന്നിട്ടില്ല. അന്നും ഇവരൊരു തീരുമാനം പറഞ്ഞാൽ അതാണ് തീരുമാനം. അവർ സമസ്തൻ്റെ പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ അങ്ങനെ നിന്നിട്ടില്ലെങ്കിലും ഓരോ സമയത്തും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന ആളാണ് കുത്തുബിയും. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. രണ്ടാളും വലിയ മഹാപണ്ഡിതന്മാരും അതേപോലെ കേരളത്തിൽ വലിയൊരു സ്ഥാപനമായി ഉണ്ടാക്കിയതായിരുന്നു വാഴക്കാട് ദാറുൽ ഉലൂം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. ഇന്ന് വഹാബികളെ കരങ്ങളിൽ അമർന്നു പോയത്. അതിൻ്റെ നിർമ്മാണം തൊട്ട് അവിടുത്തെ മുദരിസാകുന്നതുവരെ അതിൽ പങ്കുള്ള ആളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അഹമ്മദ് കുട്ടി മുസ്ലിയാരും അവിടെ മുദരിസായിട്ടുണ്ട്, കുത്തുബിയും മുദരിസായിട്ടുണ്ട്. മുദരിസാണ് മുമ്പ് അവരോട് ഓതിയിട്ടുമുണ്ട്. കാരണം ചാലത്ത് കുഞ്ഞഹമ്മദാജിയുടെ മുദരിസായിട്ടുണ്ട്, കാലത്ത് ഓതും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനത്തിൽ കണ്ണിയത്തും ഇവരെടുത്ത് പഠിച്ചിട്ടുമുണ്ട്, പിന്നെ കണ്ണിയത്ത് മുദരിസായിട്ടുമുണ്ട്. അങ്ങനത്തെ വലിയൊരു സ്ഥാപനമാണ്. അന്നിപ്പോൾ നമ്മളെ ഇന്നത്തെ മാതിരി ഒരു സംഘടനാപരമായൊരു ശക്തിയും സംഗതിയൊന്നും വരാത്തത് കൊണ്ട് അന്നത്തെ ഭരണഘടനയും സംഗതി അനുസരിച്ച് അതങ്ങനെ പോയപ്പോൾ ഓരോ കാലത്തും ആ കുടുംബത്തിൽ നിന്ന് വലിയ ആളുകൾ ആരാണോ അവർക്കാണ് അതിൻ്റെ വാറത്തിൻ്റെ അധികാരം എന്ന് വെച്ചപ്പോൾ വലിയ ആളുകളായി വന്നവർ പുത്തനാശയക്കാരായിപ്പോയി. അവരുടെ കരങ്ങളിൽ അമർന്നുപോയി. അങ്ങനെയാണ് ഇപ്പോൾ ആ സ്ഥാപനം നമ്മളെ കയ്യിൽ നിന്ന് പോയത്. കണ്ടമാനം വഖഫ് സ്വത്ത് അതിൻ്റെ വാക്കിഫായ ഒരു ആചാര്യണ്ടായിരുന്നു, കഴപ്പത്തൊടി ആചാര്യ. അവരെ കുടുംബത്തിനാണ് ഈ വെച്ചിരിക്കുന്നത്. കണ്ടമാനം സ്വത്ത് വഖഫ് ചെയ്തിട്ടുണ്ടവർ. ആ വഖഫ് ഇപ്പം വഹാബികൾ ദുർവിനിയോഗം നടത്തുകയാണ്. ദർസിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. എത്രപോലെ കിതാബാണ് അവിടെ ഉള്ളത്. കണ്ടമാനം കിതാബുകളുണ്ട്. ആ കിതാബുകളൊക്കെ ഒന്ന് അവരെ കയ്യിലാണ്. എന്നാൽ കിതാബ് അവർ സുരക്ഷിതമായി നോക്കുന്നിട്ടില്ലേനും. ഞാൻ തന്നെ അവർക്ക് കാണാൻ പോയി. അവിടെ നോക്കുമ്പോൾ ചതിൽ പിടിച്ച് കിടക്കുകയാണ്. ഇവിടുത്തെ അൽമാരുകളും ഷെൽഫുകളൊക്കെ അതിൽ നിന്ന് കിതാബ് മാറ്റി കിതാബെല്ലാം കൊണ്ട് മുറിയിൽ കൊണ്ടിട്ടിരിക്കണം. അങ്ങനെ ഒന്നായിട്ട് അട്ടിയായിട്ടിട്ടുക. തറ ഉയരത്തിലുണ്ട്, നോയിട്ട് ചതിൽ പിടിച്ച് കിടക്കുക. അതിലൊക്കെ ഉള്ളത് ഇവരുടെ പുതിയ പുതിയ പുസ്തകങ്ങളും സംഗതിയൊക്കെയാണ് ഷെൽഫിലൊക്കെ വെച്ചിരിക്കണം. ആ നിലക്ക് അവർ സുന്നത്തുമായിരുന്നു പോയി അക്കാലത്ത് അതിനെ പറ്റിയ നിലക്കുള്ള സംഘടനാ ശക്തി നമുക്ക് ഇല്ലാതെയും പോയി. അങ്ങനെ ആ സ്ഥാപനവും സംഗതിയൊക്കെ നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ അത് പടുത്തുയർത്തിയതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. എന്നല്ല അവിടുത്തെ സുന്നത്ത് വിഷയങ്ങളിലൊക്കെ അവിടെ കൊണ്ടോട്ടിയിൽ മറ്റൊരു പ്രശ്നം കൂടി, എവിടെയില്ലാത്തൊരു പ്രശ്നം കൂടി അവിടെ വന്നു. അതെന്തായിരുന്നു? കൊണ്ടോട്ടി തരീക്കത്താണ് തരീക്കത്ത് വന്നു. ആ തരീക്കത്തിൻ്റെ അബദ്ധജടിലമായ ഒരുപാട് വാദങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എപ്പോഴും പറയുന്നില്ല. ആ വാദങ്ങളൊക്കെ വന്നപ്പം അതിനെതിരിൽ പൊന്നാനി മഹദൂമിയങ്ങളിൽ പേര് മഹദൂമായിരുന്നു അന്നത്തെ അവിടുത്തെ ഖാദി. ആ ഖാദി കൊണ്ടോട്ടി തരീക്കത്തിനെതിരെ നിന്ന ആളാണ്. ഖാദിൻ്റെ ഒപ്പം നിന്ന ആളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പോൾ അവിടെ രണ്ട് വിഭാഗമാണ്. ഒന്ന് കൊണ്ടോട്ടി കൈക്കാർ, രണ്ട് പൊന്നാനി കൈക്കാർ.
കൈക്കാർ പറയാൻ കാരണം അവരുടെ കൈ പിടിച്ച് ബയ്യത്ത് നടത്തിയതുകൊണ്ട് ഈ തരീക്കത്ത് സ്വീകരിച്ചു കൈക്കാർ അങ്ങനെ പേരുണ്ട് അക്കാലത്ത്. അപ്പോൾ കുണ്ടോട്ടി തങ്ങളുടെ തരീക്കത്ത് സ്വീകരിച്ചു പോകുന്ന ആൾക്കാരാണ് കുണ്ടോട്ടി കൈക്കാർ. മറ്റ് പൊന്നാനി കൈക്കാർ എന്നൊരു പൊന്നാനി മഹദൂം തങ്ങളാണ് അവിടുത്തെ അന്നത്തെ ഖാദി. ഇവർ രണ്ടു കൂട്ടരും കൂടി വലിയ ഖിലാഫായി. ഖിലാഫ് എവിടം വരെ എത്തി? ഇവർ ഇസ്ലാം എന്ന് പുറത്താണെന്ന് വരെയുള്ള ഫത്വകളും സംഗതികളൊക്കെ വന്നു. അതിന് കാരണമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ തർക്കകാലത്തൊക്കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പൊന്നാനിക്കൈക്കാരുടെ കൂടെ, അതാണ് കുണ്ടോട്ടിയിലെ പഴയ പള്ളി, അത് ഇവരുടെ കയ്യിലായിരുന്നു, കുണ്ടോട്ടി കൈക്കാര കയ്യിലായിരുന്നു. അപ്പോൾ കാളിയരകത്തെ പള്ളി എന്നൊരു പള്ളിയുണ്ട് കുണ്ടോട്ടിയിലെ ലേശപ്പുറത്ത്, ടൗണിൻ്റെ കുറച്ചിപ്പുറത്ത്, അല്ല ഈ മക്കാമിൻ്റെ ഒക്കെ ലേശപ്പുറത്ത്. കുണ്ടോട്ടിയിലാണല്ലോ ബഹുമാനപ്പെട്ട ശുഹദാക്കൾ, ഓമാനൂർ ശുഹദാക്കൾ മറയപ്പെടുകയാണ്. ആ പള്ളീൻ്റെ ലേശപ്പുറം, ആ പള്ളിയിലാണ് ഈ പിന്നെ മഹദൂമിനൊക്കെ മറയിരിക്കുന്നത് പഴയ കാലത്ത്. പിന്നെ ഇവരെ കയ്യിലായി. അപ്പോൾ ഇവിടെ തർക്കം കുതൂഹലവും കൂടി വന്ന് രണ്ട് പാർട്ടിക്കാരും രണ്ടായി തിരിഞ്ഞ് ജുമാ തന്നെ രണ്ടായി നിസ്കരിച്ചു. നിസ്കരിക്കേണ്ടടുത്ത് എത്തി. അങ്ങനെ എത്തിയപ്പോൾ അന്നവിടെ നാട്ടുമദ്യം പറഞ്ഞ ആ മദ്യത്തിൽ ഇപ്പം നിലവിലുണ്ടായിരുന്ന പള്ളി, ഇതിൻ്റെ അടി കുണ്ടോട്ടിക്കാരും മേലെ പൊന്നാനിക്കൈക്കാരും. അപ്പോൾ ഒരു പള്ളിയിൽ തന്നെ ഒരു നേരത്തിന് രണ്ട് ജുമാ നടക്കും. താഴെ ഒരു ജുമാ, മേലൊരു ജുമാ. അപ്പോൾ ജുമാ പിരിഞ്ഞ് പോകുമ്പോഴും തല്ലുപൊടി ഉണ്ടാവും. രണ്ടു കൂട്ടരും ജുമാ പിരിഞ്ഞ് പോകുമ്പോഴും വർത്താനം പറഞ്ഞ് ഇങ്ങനെ കൂടി വന്ന് തല്ലുപൊടിയാവും. ഇങ്ങനെയെല്ലാം കൂടി ആയപ്പോൾ രണ്ട് പള്ളി തന്നെ ആക്കി. ഒന്ന് കാതേര് താമസിക്കുന്ന ആ വീട്ടുവളപ്പിലെ പള്ളി, ആ പള്ളിയുടെ തൊട്ട് മുന്നിലാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാരുടെ മക്ബറ. കാരണം ആ കാലത്ത് ഈ പള്ളിക്കൊക്കെ നേതൃത്വം കൊടുത്തിപ്പെട്ട ആളാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മൂപ്പര ഖബർ ഇപ്പോഴും അവിടെ സിയാറത്ത്, നമ്മളൊക്കെ സിയാറത്തിന് പോകാറുണ്ട്. ഈ പള്ളീനെ തൊട്ട് മുന്നിലാണ്. മറ്റേ പള്ളിയിലാണ് ഓമാനു സോദാക്ക പറയുന്നത് പള്ളി. ഇപ്പം പിന്നെ ആ രണ്ട് പ്രശ്നമൊന്നുമില്ല. ജുമാ പഴയ പോലെ തന്നെ രണ്ട് ജുമായിട്ട് നടക്കുകയാണ്. പണ്ടത്തെ കാലത്തുണ്ടായ ആ പ്രശ്നങ്ങളൊന്നും ഇപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, അന്നും ഈ രണ്ടായി പിരിഞ്ഞപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിന്നപ്പോൾ അതിൽ ഇവരൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ആളുമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ആ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ദർസിൽ പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത്. അപ്പോൾ കണ്ണിയത്തിൻ്റെ പ്രധാന ഉസ്താദ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കുത്തുബിയല്ല, കുത്തിൻ്റെ അകത്ത് ചെറുതൊക്കെ ഓതിയിട്ടുള്ളൂ. പ്രധാന ഉസ്താദ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളാണ്. അപ്പോൾ അവരുടെ ഇൽമും തഖ്വയും അതിലുപരി മൂപ്പരുടെ ശജാഅത്തും ധീരതയും ആരുടെ മുമ്പിലും നന്നായി പറയും. പിന്നെ വാക്ക് ചാതുര്യവും സംസാര വൈഭവവും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. കേവലം വലിയൊരു ഇൽമുള്ള ഒരാളെന്ന് മാത്രമല്ല, ഇൽമുണ്ട്, ആളുടെ ഇൽമ ആരുടെ മുമ്പേയും എവിടെയും ധൈര്യത്തിൽ പറയും. അതിനുള്ള കെൽപ്പും ത്രാണിയും കൂടി ഉള്ള ആളായിരുന്നു അഹമ്മദ് മുസ്ലിയാർ എന്ന് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർ പോയ ആ വഴിയിലൊക്കെ പോകാനും അവരെ പിൻഗാമികളായി തുറന്ന് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ ചെറിയ അറിവ് വെച്ച് എൻ്റെ അറിവിലുള്ള സംഗതികൾ പറഞ്ഞു. ഇനി അതിനേക്കാൾ ആ വിഷയം അറിവുള്ളവരുണ്ടെങ്കിൽ അവരെന്നെ തിരുത്തുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല.
കാരണം ചരിത്രപരമായ കാര്യമാണ്. അപ്പോൾ ആ കാലത്ത് നേരെ ജീവിച്ചവരോ അല്ലെങ്കിൽ ജീവിച്ചവരുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആ വിഷയം അവർക്കറിയാമായിരിക്കും. ഏതായിരുന്നു അവരൊക്കെ മനസ്സിലാക്കി പിൽക്കാലത്തുള്ളവർക്ക് അവരുടെ അഖ്ബാറുകൾ കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമുക്കും കഴിയട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രം എങ്ങനെ വിലയിരുത്തണം എന്നതിനെക്കുറിച്ച് കൂടുതൽ സന്ദേഹങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വഴി ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടത് മനുഷ്യൻ്റെ നന്മയും വികാസവും, അതുപോലെ നാടിൻ്റെ നന്മയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയും ഒക്കെ നമ്മൾ പരിഗണിക്കണം. അത് വെച്ചുകൊണ്ട് വേണം ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ യൂറോപ്പിലുണ്ടായ എല്ലാ സിദ്ധാന്തങ്ങളെയും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ മേൽ അപ്ലൈ ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് ചരിത്ര പഠനമായാലും അതുപോലെ സബാൾട്ടൻ സ്റ്റഡീസ് ആയാലും മറ്റേത് സിദ്ധാന്തങ്ങളായാലും നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേക അവസ്ഥകളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു, സെക്യുലറിസത്തെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ യൂറോപ്പിൻ്റെ അതേ രീതിയിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മത ന്യൂനപക്ഷങ്ങൾ, അതുപോലെ ഗോത്രപക്ഷങ്ങൾ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങൾ ഇന്ത്യയിലുള്ളത് കൊണ്ട് യൂറോപ്പിലുള്ള അതേ ഒരു ജനാധിപത്യം ഇവിടെ നമുക്ക് അവലംബിക്കാൻ കഴിയില്ല. അതുപോലെ സെക്യുലറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യുലറിസം അത് വേറെയാണ്. നമ്മുടെ സെക്യുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മതപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മതത്തിനെതിരായ ഒരു ചിന്താഗതി ഒരിക്കലും നമ്മുടെ സെക്യുലറിസത്തിലില്ല. നമ്മുടേത് പ്ലൂരാലിസമാണ്, ബഹുസ്വരതയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സഹിഷ്ണുതയാണ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. അതിന് വിപരീതമായുള്ള ഒരു ആപ്ലിക്കേഷൻ, ഏത് സിദ്ധാന്തങ്ങളുടെ ആപ്ലിക്കേഷൻ ആയാലും നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായ രീതിയിൽ വിലയിരുത്തുന്നതിന് അതിന് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ജാതിയെക്കുറിച്ച് പറയുന്നു. ജാതി നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നാട്ടിൻ്റെ പുരോഗതിയെ, മനുഷ്യൻ്റെ പുരോഗതിയെ ഒരുപാട് പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ സുവർണകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ സുവർണകാലത്തിൽ മനുഷ്യന് ജാതിക്ക് അതീതമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. ജാതിയും അതോടൊപ്പം തന്നെ ഈ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ പിന്നെ പിന്നെ കടന്നു വരികയാണ്. ഇനി അത് വെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസങ്ങൾ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ, തുർക്കികൾ ഭരണത്തിന് വന്നപ്പോൾ അവർ അറേബ്യയിലുണ്ടായിരുന്ന ഒരു ചരിത്ര പഠന രീതി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാൽ ആ രീതി പലപ്പോഴും ഇവിടെ അത് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ വിജയിച്ചിട്ടില്ല. അത് മതപരമായിട്ട് ആണ് അതിന് വിവേചനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വതന്ത്രമായ രീതിയിൽ അതിനെ വിലയിരുത്താൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇനി കമ്മ്യൂണിസവും അങ്ങനെ തന്നെയാണ്. അത് സാമ്പത്തികമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു വിശകലനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചിന്തകളെയും ആത്മീയമായ ചിന്തകളെയും ഒക്കെ വേണ്ടത്ര പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാതെ പോയിട്ടുണ്ട്. സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ കാര്യത്തിലും നമുക്ക് നമ്മുടെ കൾച്ചറലായ, സാംസ്കാരികമായ നമ്മുടെ കൊള്ളക്കൊടുക്കുകളെ കുറിച്ച് വേണ്ടത്ര പറയാൻ അതിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർ തന്നെ അത് തെറ്റാണ്, ശരിയല്ല. ഇപ്പോൾ സുമി സർക്കാരിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. അദ്ദേഹം സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ഒരു വക്താവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് മാറുന്നുണ്ട് ചിന്താഗതി. സബാൾട്ടൻ സ്റ്റഡീസ് ഇന്ത്യയിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന ചിന്താഗതിയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ചരിത്രം പഠിക്കേണ്ടത്? ഇപ്പോൾ ബ്രിട്ടീഷുകാരിവിടെ വന്നു, അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ പുരോഗതിയല്ല, അവരുടെ പുരോഗതിയാണ്. അതുകൊണ്ട് തന്നെ
അവരെന്തൊക്കെയാണ്, എങ്ങനെ മതപരമായി ഇവരെ വിഭജിക്കാൻ പറ്റും, ഡിവൈഡ് ആൻഡ് റൂൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനു വേണ്ടി ഹിന്ദു ചരിത്രത്തിൽ എന്തെടുക്കാനുണ്ട്, മുസ്ലിം ചരിത്രത്തിൽ നിന്ന് എന്തെടുക്കാനുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അവർ നല്ല രീതി എന്ന് പറഞ്ഞാൽ അവർക്കനുസരിച്ച ഒരു രീതി, ഒരു യൂട്ടിലിറ്റേറിയൻ രീതി അവർ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യകാലത്ത് ഒരുപാട് കൊട്ടാര ചരിത്രകാരന്മാർ ചരിത്രം എഴുതിയിട്ടുണ്ട്. കൊട്ടാര ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ കൊട്ടാരത്തിൻ്റെ ചെലവുകളുടെ ചരിത്രം എന്നാണ്. ആ ചരിത്രത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം ഭരിക്കുന്ന ചക്രവർത്തിക്ക് അനുസരിച്ച് ഭരിക്കുമ്പോൾ അത് ഒരിക്കലും അവർക്കെതിരായ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചക്രവർത്തി ചെയ്യുന്ന ഏത് നെറികേടിനെയും മതത്തിൻ്റെയോ മറ്റു പേരിൽ അവർ ന്യായീകരിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അക്രമങ്ങൾക്ക് മതത്തിൻ്റെ വെള്ള പൂശുന്ന ഒരു പരിപാടി മധ്യകാലത്തെ ഈ മുസ്ലിം എഴുത്തുകാരിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിന് ഏറ്റവും ഉദാഹരണം മുഹമ്മദ് ഗസ്നി തന്നെയാണ്. മുഹമ്മദ് ഗസ്നി ശരിക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് സാമ്പത്തിക മുന്നേറ്റമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം മതത്തെ ഉപയോഗിച്ചു. അദ്ദേഹം ഹിന്ദു മതത്തെ ഉപയോഗിച്ചു. കാരണം ഗസ്നയിൽ അദ്ദേഹം വലിയൊരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രം പണിതതിൻ്റെ ഉദ്ദേശം എന്താണ്? ഹിന്ദുമതത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഹിന്ദുമതത്തോട് സഹിഷ്ണുത കാണിക്കുക എന്നതല്ല, മറിച്ച് ഹിന്ദുമതത്തിൽ ക്ഷേത്രങ്ങളിലൂടെ വലിയ വരുമാനം ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ക്ഷേത്രം ഞാനും പണിയുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെയും ബ്രാഹ്മണരെയും വിഗ്രഹമൊക്കെ എടുത്ത് അദ്ദേഹം ഗസ്നയിലേക്ക് പോകുന്നത്. അവിടെ അദ്ദേഹം മുസ്ലിങ്ങളോട് വരെ ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തി അവർക്ക് വഴിപാട് നേടണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹം യുദ്ധം നടത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ മതത്തിൻ്റെ പരിധി കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൊട്ടാരത്തെ ചരിത്രകാരന്മാർ ന്യായീകരിക്കുകയുണ്ടായി. അദ്ദേഹം ചെയ്തത് മതത്തിന് വേണ്ടിയാണ്, ഇസ്ലാം മതത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മതസ്നേഹിയാണെങ്കിൽ അദ്ദേഹം വേറൊരു ക്ഷേത്രം സ്വന്തം നാട്ടിൽ പോയി പണിയുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തത് അദ്ദേഹം തൻ്റെ മുസ്ലിം ശത്രുക്കളോടാണ്, സമാനികളോടും അതുപോലെ മധ്യേഷ്യയിലുള്ള മറ്റു ആളുകളോടുമാണ്. അതുപോലെ ഇവിടെയും അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. ഇവിടെ ഇന്ത്യക്കാരോടായി, അവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റുള്ള മുസ്ലിം നാടുകളുമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഇത് രണ്ട് യുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാമ്പത്തികമാണ്, പടയോട്ടമാണ്, പണം ഉണ്ടാക്കുകയാണ്, രാജ്യം വിസ്തരിക്കുകയാണ് എന്നല്ലാതെ നമ്മൾ ഒരു യുദ്ധത്തിൽ ആര് പങ്കെടുത്തു, ആരാണ് ഒരു പക്ഷത്ത് നിൽക്കുന്നത് എന്ന് മതം നോക്കി തീരുമാനിക്കുന്ന ഒരു ഏർപ്പാട് കൊട്ടാര ചരിത്രകാരന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടേതായ ഒരു ചരിത്രം നിർമ്മിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ചരിത്രം ഒരിക്കലും സത്യസന്ധമല്ല. പക്ഷെ ആ ചരിത്ര രീതിയുടെ ചൂട് പിടിച്ചിട്ടാണ് പിന്നീട് അവിടെ ചരിത്രം എഴുതുന്നത്. മുഗളന്മാരോടുള്ള വിരോധം തീർക്കാൻ നമ്മുടെ കുറേ ചരിത്രകാരന്മാർ ബ്രിട്ടീഷുകാരുടെ ഒപ്പം ചേരുകയാണ്. അപ്പോൾ അവരുടെ മുഖ്യ ശത്രു ബ്രിട്ടീഷുകാരെല്ലാം മുഗളന്മാരാണ്. അപ്പോൾ നമുക്ക് ദേശീയ ചരിത്രകാരൻ എന്ന് വാഴ്ത്തപ്പെടുന്ന R.C. മജുംദാർ, അദ്ദേഹം പുസ്തകം എഴുതിയത് ബ്രിട്ടീഷ് സ്റ്റൈലിലാണ്. ബ്രിട്ടീഷുകാർ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന് വേണ്ടി എങ്ങനെയാണോ ചരിത്രത്തെ വ്യാഖ്യാനിച്ചെടുത്തത് അതേ രീതിയിലാണ് അദ്ദേഹം ചരിത്രം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിം ഹിന്ദു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരു പരിധിവരെ ലാലും മറ്റുള്ള ഒരുപാട് ചരിത്രകാരന്മാർ ഇന്ത്യയെക്കുറിച്ച് ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാരാവട്ടെ ഇന്ത്യയോട് സിമ്പതി അവർ കാണിച്ചിട്ടില്ല എന്നല്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു ചിന്ത അവരിലുണ്ടായിരുന്നു. ഇനി കൊട്ടാര ചരിത്രകാരന്മാരുടെ കാര്യത്തിൽ എന്തായിരുന്നു? അവർ മുസ്ലിം പക്ഷപാതികളായിരുന്നു, തുർക്കുമാനി പക്ഷപാതികൾ. തങ്ങളുടെ രാജാവ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ അവർ മതത്തെ കൂട്ടുപിടിക്കുക, അത് സത്യസന്ധമാണെന്ന് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രം ഇർഫാൻ ഹബീബ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം തുടങ്ങിയ യൂറോപ്പിലുണ്ടായിരുന്ന അതേ സിദ്ധാന്തങ്ങൾ നമ്മൾ അപ്പടി ഇന്ത്യയിൽ അവലംബിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ പ്രത്യേക രീതികളെ കൂടി പരിഗണിച്ചിട്ട് വേണം. ഇപ്പോൾ ഫ്യൂഡലിസം എന്താണ് ഇന്ത്യയിലുണ്ടായിരുന്നത്, യൂറോപ്പിലുള്ള ഫ്യൂഡലിസമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് ഫ്യൂഡലിസമായിട്ട് നമ്മൾ കാണാൻ കഴിയുക? അപ്പോൾ എല്ലാം യൂറോപ്പിലുള്ളത് അപ്പടി ഇവിടെ പകർത്തുക എന്നതും ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ചരിത്രത്തോട് ഒരു നീതിബോധം നമുക്ക് ആവശ്യമാണ്. അത് പലപ്പോഴും അത് ഇല്ലാതെ ഇന്ത്യയുടെ ചരിത്രം നമുക്ക് എഴുതാൻ പറ്റില്ല. അവിടെ നമ്മൾ ചരിത്രത്തിലെ ജാതിപരമായും മതപരമായും ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ത്യയുടെ
ആ സ്വച്ഛന്തമായ ഒരു ചരിത്ര ധാരയുണ്ടല്ലോ, ആ ധാരയെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അക്രമങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല ആക്രമണങ്ങൾ. ഏത് രാജാവ് വരുമ്പോഴും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും രജപുത്രനായാലും മറ്റൊരാളോട് യുദ്ധം ചെയ്യുമ്പോൾ അത് അക്രമം തന്നെയാണ്. ആ അക്രമത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി. പക്ഷെ അവിടെ ഒരു പൊതുശത്രുയില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ പൊതുശത്രുവായി മാറുമ്പോൾ ആരൊക്കെ യുദ്ധം ചെയ്യുന്നു? മുഗൾ ചക്രവർത്തി യുദ്ധം ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയുടെ രാജ്യത്തെ സംരക്ഷിക്കാനാണ്. ഝാൻസി റാണി യുദ്ധം ചെയ്തത് ഝാൻസിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവധിലെ ബീഗം ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തിറങ്ങിയത് അവധ് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നാനാ സാഹിബ് തൻ്റെ പെൻഷൻ മുടക്കിയപ്പോഴാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നത്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ചേർന്നത്. അപ്പോൾ ഈ വ്യത്യസ്ത വിഭാഗക്കാർ അവരുടെ സ്വന്തം താല്പര്യങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്ന് കാണാമായിരുന്നു, അവർ എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. ഖിലാഫത്ത് സമരമാണെങ്കിലും നിസ്സഹകരണ പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു യോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ കാണണം, അത് പ്രത്യേകമായും കാണണം. കാരണം ഇന്ത്യയിലുള്ള വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുന്നതാണ്. ഈ വിശ്വാസങ്ങളൊക്കെ നമുക്ക് അന്ധവിശ്വാസമായിട്ട് കണക്കാക്കാം, അല്ലാതെ ഇരിക്കാം. അതൊക്കെ അവരവരുടെ വിശ്വാസപ്രകാരം ഇരിക്കും. പക്ഷേ ആ വിശ്വാസം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമാണോ ദോഷമാണോ സമൂഹത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ കഴിയണം. ഒരു വിശ്വാസം അത് എത്ര അന്ധവിശ്വാസമായാലും അതുകൊണ്ട് ഒരു സമൂഹത്തിന് ഗുണം വന്നു, അല്ലെങ്കിൽ നേട്ടമുണ്ടായി, നന്മയുണ്ടായി, ഒരു സംഘർഷം ഇല്ലാതാക്കാൻ കഴിഞ്ഞു എങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ അതിന് പോസിറ്റീവായിട്ട് തന്നെ വിശ്വാസം നമുക്ക് എടുക്കാൻ കഴിയണം. എന്നാൽ ഒരു വിശ്വാസം കൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയാണെങ്കിൽ ആ വിശ്വാസം നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ കാണണം. അത് ആ തരത്തിലാണ് നമ്മൾ ചരിത്രത്തെ വിലയിരുത്തേണ്ടത്. അവിടെ പട്ടിണിയുടെ പ്രശ്നമുണ്ട്, അതുപോലെ സമൂഹത്തിൻ്റെ സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട്, അവിടെ സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ വൈവിധ്യങ്ങൾ ഒരു കക്ഷിക്കെതിരായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഉള്ള ശത്രുത പുലർത്താനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് തന്നെ വിലയിരുത്താൻ കഴിയണം. അത് ഏത് മതത്തിൻ്റെ കാര്യത്തിലായാലും ഏത് ജാതിയുടെ കാര്യത്തിലായാലും അത് സംഭവിക്കും. അവിടെ മതവും നമ്മൾ ജാതിയും അല്ലെങ്കിൽ അതുപോലെ അവൻ സവർണനോ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആളാണോ ഇത് നോക്കിയിട്ടില്ല. പാകിസ്ഥാനികൾ ചരിത്രം എഴുതുന്നത് പാകിസ്ഥാനെ രക്ഷപ്പെടുത്താനാണ്. ഇപ്പം നമുക്ക് ഇഷ്തിയാഖ് ഖുറൈഷിയുടെ ചരിത്രവും RC മജുംദാറിൻ്റെ പുസ്തകവും രണ്ടും വെച്ച് നോക്കിയാൽ അറിയാം. IH ഖുറൈഷി അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുകൊണ്ടാണ് ഈ ചരിത്രം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി ചെയ്ത എല്ലാറ്റിനെയും അദ്ദേഹം ന്യായീകരിക്കുന്നു. RC മജുംദാർ ഇന്ത്യയിലെ കോൺഗ്രസ് ചെയ്ത എല്ലാറ്റിനെയും ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയി അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ചരിത്രങ്ങളെ അപ്പടി കടമെടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനം ഉണ്ട്, സമീപനം ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ വീണ്ടും സുമി സർക്കാരിലേക്കും അതുപോലെ ഇർഫാൻ ഹബീബിലേക്കും വരികയാണ്. ഇവർ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരായിട്ടോ ദേശീയ ചരിത്രകാരന്മാരായിട്ടോ എന്തൊക്കെ വിലയിരുത്തിയാലും അവർ ഇന്ത്യ ചരിത്രത്തെ അതിൻ്റേതായ ഒരു ദിശയിൽ വെച്ചുകൊണ്ട് ഒരു വിശകലനത്തിന് അവർ തയ്യാറായിട്ടുണ്ട്. അതുപോലെയാണ് അലിഗഡിലെ പണ്ഡിതനായിരുന്ന പ്രൊഫസർ മുഹമ്മദ് ഹബീബ്, അദ്ദേഹം ഇർഫാൻ ഹബീബിൻ്റെ പിതാവാണ്. അതുപോലെ ഖാലിഖ് അഹമ്മദ് നിസാമി പ്രൊഫസർ, ഇവരൊക്കെ ചരിത്രത്തിൻ്റെ യഥാർത്ഥ രേഖയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചു. അവിടെ ആരാണ് ശത്രുത അവരുടെ മതം നോക്കിയല്ല, മറിച്ച് എങ്ങനെയാണ് അത് ഏത് ഭാഗത്താണ് അതിൻ്റെ വസ്തുത കുടികൊള്ളുന്നത്. അവിടെ അവർ മതം നോക്കിയില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു കാര്യം വിശദമാക്കുമ്പോൾ കേവലം സംഭവങ്ങളെ അപ്പടി പകർത്തുന്നതിന് പകരം അതിൻ്റെ സാമ്പത്തികവും സാമൂഹികമായ പിന്നാമ്പുറങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ രീതിയിൽ ചരിത്രത്തെ വിശകലനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ RP ത്രിപാഠിയുണ്ട്, അതുപോലെ താരാചന്ദുണ്ട്, ഇങ്ങനെ ദേശീയ ചരിത്രകാരന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടോളറൻറ്റ് ഹിസ്റ്ററി, ആ ഹിസ്റ്ററിയിലൂടെ ആകുമ്പോഴേ നമുക്ക് ഇവരെയൊക്കെ വീണ്ടും വിശകലനം ചെയ്യേണ്ടി വരും. അപ്പോൾ ശിവാജിയെ നമുക്ക് വീണ്ടും വിശകലനം ചെയ്യേണ്ടി വരും, ഔറംഗസീബിനെ വിശകലനം ചെയ്യേണ്ടി വരും, ടിപ്പുവിനെ നമുക്ക് പുനർവിചിന്തനത്തിന് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു വിശകലനമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, മറ്റു ശ്രോതാക്കളെ, വളരെ സവിശേഷമായ ഒരു വിഷയസംബന്ധിയായാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, കേരളത്തിന്റെ വിശിഷ്യ കൊണ്ടോട്ടിയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജീവിതം. ഒരു പരിഷ്കാരിയായിരുന്നു, ഒരു നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. പക്ഷേ വേണ്ട വിധം അർഹിച്ച പരിഗണന ലഭിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10ഓളം പുസ്തകങ്ങൾ ഈ വിഷയകമായി റഫർ ചെയ്തപ്പോൾ അവയിലെല്ലാം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്. പക്ഷെ സ്പെസിഫിക്കായി നമുക്ക് ഒന്നും അദ്ദേഹത്തെക്കുറിച്ച് കാണാൻ കഴിയില്ല. പ്രത്യേകമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകമോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ സെമിനാറുകളോ നടന്നതായി നമ്മുടെ അറിവിലില്ല. എന്നാൽ കൊണ്ടോട്ടി ഡിവിഷൻ സാഹിത്യോത്സവിന്റെ ഭാഗമായി ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവരുടെ ജീവിതം പ്രമേയമാക്കി ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ ഡിവിഷൻ കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. 2 നൂറ്റാണ്ടോളം കാലം 6 തലമുറകളിലായി മലബാറിന്റെ വൈജ്ഞാനിക മണ്ഡലത്തെ പ്രോജ്വലിപ്പിച്ച ഒരു പാരമ്പര്യത്തിന്റെ തിളങ്ങുന്ന കണ്ണിയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. 1290 ഹിജ്റ 1290 മഹാനവറുകൾ ജനിക്കുന്നത്. പിതാവ് കുഞ്ഞറമു മൗലവി ബിൻ അലി ചെറുശ്ശേരി. 1290 ജനിച്ച മഹാനായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൊണ്ടോട്ടിയുടെ പാരമ്പര്യത്തിന്റെ തിളങ്ങുന്ന ഒരു അധ്യായമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു, വളരെ പാരമ്പര്യമുള്ള ഒരു പണ്ഡിത തറവാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആലി മുസ്ലിയാരായിരുന്നു ചെറുശ്ശേരി കുടുംബത്തിലെ ഏറ്റവും അറിയപ്പെട്ട ആദ്യത്തെ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ മകനാണ് കുഞ്ഞറമ്മ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പുത്രനാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കേവലം ദർസി രംഗത്ത് മാത്രമല്ല, സാമൂഹിക, സാംസ്കാരിക, സ്വാതന്ത്ര്യ സമര രംഗങ്ങളിലെല്ലാം ചെറുശ്ശേരി കുടുംബത്തിന്റെ സ്വാധീനം നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. പിതാവ് കുഞ്ഞറമ്മ മുസ്ലിയാർ, അതുപോലെ സഹോദരനായ സൈനുദ്ദീൻ മുസ്ലിയാർ ഒന്നാമൻ തുടങ്ങിയവരായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ആദ്യകാല ഗുരുനാഥന്മാർ. പിന്നീട് അദ്ദേഹം അലിയുത്തൂരി എന്ന പേരിൽ പ്രസിദ്ധനായ കട്ടിലശ്ശേരി ആലി മുസ്ലിയാരുടെ ദർസിൽ ചേരുകയാണ്. പുളിക്കലായിരുന്നു കട്ടിലശ്ശേരി ആലി മുസ്ലിയാരുടെ ദർസ് നടന്നിരുന്നത്. വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഹറമുകളിൽ പോയി വിജ്ഞാനം നുകരുകയും അവിടെ ആഗോള പ്രശസ്ത പണ്ഡിതരായ ഇആനത്തുൽ ത്വാലിബീൻ, അതിന്റെ മുസന്നിഫ് സയ്യിദ് ബക്രി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാർക്ക് വിദ്യ പകർന്നു നൽകുകയും ചെയ്ത വലിയ പണ്ഡിതനായാണ് കട്ടിലശ്ശേരി ആലി മുസ്ലിയാരെ ചരിത്രം രേഖപ്പെടുത്തുന്നത്.
അദ്ദേഹത്തിന്റെ ദർസിലേക്കായിരുന്നു പിന്നീട് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോകുന്നത്. അതോടുകൂടി അദ്ദേഹം ഔദ്യോഗികമായ പഠനം പൂർത്തീകരിക്കുകയാണ്. ആലി മുസ്ലിയാരുടെ ദർസിൽ നിന്ന് വർഷങ്ങളോളം ഓതിപ്പടിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് സേവന മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരായി താനൂർ മുഹമ്മദ് മുസ്ലിയാർ, വലിയും ആരിഫുമായിരുന്ന താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ്, അവരെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആദ്യമായി സേവനം ആരംഭിക്കുന്നത് കൊടിയത്തൂരാണ്. ഹിജ്റ 1323 അഥവാ ക്രിസ്താബ്ദം 1905 അന്നാണ് അദ്ദേഹം ആദ്യമായി കൊടിയത്തൂരിൽ ദർസ് ആരംഭിക്കുന്നത്. അതിന് നിമിത്തമായ ഒരു കാരണം ഇങ്ങനെയാണ്. കൊടിയത്തൂരിൽ അക്കാലത്ത് ദർസ് നടത്തിയിരുന്നത് വളരെ പ്രായം ചെന്ന ഒരു പ്രശസ്തനായ ആലിമായിരുന്നു. പക്ഷെ അവശത മൂലം അദ്ദേഹത്തിന് ദർസ് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും നാട്ടുകാർ അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ ഒരു മുദരിസിനെ കുറിച്ച് അഭിപ്രായം ആരായുകയും ചെയ്തു. ആ സമയത്ത് മുതിർന്ന പണ്ഡിതൻ, അടുത്തിടെ പഠനം പൂർത്തീകരിച്ച ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ മുദരിസായി എത്തി. സ്ഥാനമേറ്റ ഉടൻ തന്നെ ആ നേരത്തെ ഉണ്ടായിരുന്ന മുദരിസ് വഫാത്താവുകയാണ്. ആ നാട്ടുകാർ ഒന്നടങ്കം വലിയ ദുഃഖത്തിലായി. ആ സമയത്ത് അവരെല്ലാം വന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ദീർഘകാലമായി സേവനം ചെയ്ത ഈ വലിയ പണ്ഡിതന്റെ പേരിൽ നിങ്ങളൊരു അനുശോചന കാവ്യം എഴുതണം എന്ന്. അങ്ങനെ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ വലിയ പണ്ഡിതനെ കുറിച്ച് ഒരു അനുശോചന കാവ്യം മർസിയത്ത് രചിക്കുകയും അത് കൊടിയത്തൂർ പള്ളിയുടെ ചുമരിൽ ഉല്ലേഖനം ചെയ്തു എന്നതുമാണ് ചരിത്രം. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരിലെ സർഗാത്മക പ്രതിഭയെ നാം ആദ്യമായി പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. അങ്ങനെ അദ്ദേഹം കൊടിയത്തൂരിൽ നിന്ന് 1910 മുമ്പ് വാഴക്കാട് ദാറുൽ ഉലൂമിലെത്തുകയും ദാറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പളായി സ്ഥാനമേൽക്കുകയും ചെയ്തു. കേരള മുസ്ലിം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായമാണ് ദാറുൽ ഉലൂമിന്റേത്. 19-20 നൂറ്റാണ്ടുകളിൽ കേരള മുസ്ലിം ജനതയെ നയിച്ച പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും ദാറുൽ ഉലൂമിൽ നിന്ന് പഠനം പൂർത്തീകരിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 1910 നാം എല്ലാവരും വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിയ ഖിബില സംവാദം ഉളിക്കലിൽ വെച്ച് നടക്കുകയാണ്. അന്ന് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പക്ഷത്തായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മറുപക്ഷത്തുണ്ടായിരുന്നത് തട്ടാങ്ങര കുട്ടിയാമ മുസ്ലിയാർ, മഖ്ദൂം കുഞ്ഞൻ ബാബ മുസ്ലിയാർ, നവ്വറല്ലാഹു മർഖദഹും തുടങ്ങിയ മഹാന്മാരായിരുന്നു. രണ്ടു ഭാഗത്തും അഗ്രഗണ്യരായ പണ്ഡിതന്മാരാണ് അണിനിരക്കുന്നത്. ഒരു ഭാഗത്ത് ശിഷ്യനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മറുഭാഗത്ത് മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദുമാരായ തട്ടാങ്ങര കുട്ടിയാമ മുസ്ലിയാരും മഖ്ദൂം കുഞ്ഞൻ ബാബ മുസ്ലിയാരും. ഇന്ന് നാം കാണുന്ന വൈജ്ഞാനിക സംവാദങ്ങളുടെ രൂപത്തിലായിരുന്നില്ല അത്തരം അന്ന് നടന്ന ഖിബില തർക്കം ഉണ്ടായത്. രണ്ട് പണ്ഡിതന്മാർ ബഹുമാനാദരവുകളോടുകൂടി ഇരുപക്ഷത്തും ഇരുന്ന് നടത്തിയ ഒരു സൗഹൃദമായ അന്തരീക്ഷത്തിലുള്ള ചർച്ചയായിരുന്നു, ഒരു ഡിബേറ്റ് ആയിരുന്നു നമുക്ക് ഖിബില സംവാദത്തെ വായിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളുമെല്ലാം
പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൗലാന ചാലിലകത്ത് അന്ന് തന്റെ ഉസ്താദുമാരോട് ചോദ്യ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് വളരെ വിനയത്തോടു കൂടിയായിരുന്നു, ബഹുമാനത്തോടു കൂടിയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പുതിയറ സുലൈമാൻ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാരോടൊപ്പം ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ സംവാദം നടത്തുകയും ആ സമയത്താണ് വാഴക്കാട് ദാറുൽ ഉലൂമിലേക്ക് കുത്തുബി ഉസ്താദും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരും ചേർന്ന് മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയെ ദാറുൽ ഉലൂമിലേക്ക് ക്ഷണിക്കുന്നത്. കേരള മുസ്ലിം ചരിത്രത്തിലെ ദർസി രംഗത്തുണ്ടായ ഒരു വലിയ പരിവർത്തനമായിരുന്നു അത്. അതിന് കാരണക്കാരനായത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. താൻ അവിടെ പ്രിൻസിപ്പളായ സമയത്താണ് മൗലാനയെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് എന്ന് നാം ഓർക്കണം. കുത്തുബി ഉസ്താദും അന്ന് സഹപാഠിയായി അല്ലെങ്കിൽ സഹാധ്യാപകനായി ദാറുൽ ഉലൂമിൽ ഉണ്ടായിരുന്നു. ചാലകത്തിന്റെ വരവോടുകൂടി പ്രിൻസിപ്പൽ സ്ഥാനത്തുണ്ടായിരുന്ന ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലാനയുടെ ശിഷ്യനായും സഹാധ്യാപകനായും മാറുകയാണ്. വളരെ ബുദ്ധിശാലിയും തന്ത്രശാലിയുമായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മൗലാന ചാലിലകത്ത് എപ്പോഴും തന്റെ ശിഷ്യന്മാരെ എണ്ണുന്ന കൂട്ടത്തിൽ ആദ്യമായി പറയാറുണ്ടായിരുന്നത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ആയിരുന്നു എന്ന് രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചാലകത്തിൽ നിന്ന് വിവിധ പഠനശാഖകളിൽ ചെറുശ്ശേരി ഉസ്താദ് പ്രാവീണ്യം നേടുകയും അത് പിൽക്കാലത്ത് സമൂഹത്തിന് വലിയ ഒരു ഉണർവ് നൽകുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ചാലകത്തിനെ തേടി ഒരു ബിസിനസ്സുകാരൻ വരികയാണ്. അദ്ദേഹം ഒരു ഫത്വ തേടി വന്നതാണ്. ഞാൻ സന്ദർഭവശാൽ എന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു, അഥവാ എന്റെ ഭാര്യ വളരെ അധികം ആരാധനാ മേഖലയിൽ ശ്രദ്ധിക്കുന്ന ആളാണ്. ഞാൻ എപ്പോ വീട്ടിലേക്ക് വരുമ്പോഴും നിസ്കാരത്തിലായിരിക്കും. അങ്ങനെ ഞാൻ എന്റെ ബിസിനസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്നും ഭാര്യ നിസ്കാരത്തിലായിരിക്കും. ഞാൻ കതകിന് മുട്ടിയാൽ ഭാര്യ ഒരിക്കലും തുറക്കൂല. അങ്ങനെ ഞാൻ കുറെ നേരം അവിടെ കാത്തു നിന്ന് വേണം ഭാര്യ എനിക്ക് വാതിൽ തുറന്നു തരാൻ. ഇതെന്നെ ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോ നീ നിസ്കരിക്കുകയാണെങ്കിൽ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്നും അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഭാര്യ നിസ്കരിക്കുകയായിരുന്നു. ഇതോടുകൂടി ബന്ധിപ്പിക്കപ്പെട്ട ഒരു നിബന്ധനയോടുകൂടി പറഞ്ഞ തൊലാക്ക് സംഭവിക്കും എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൽ അദ്ദേഹം വളരെയധികം സങ്കടപ്പെടുകയും ധാരാളം പണ്ഡിതന്മാരെ സമീപിക്കുകയും ചെയ്തു. അവരെല്ലാം തൊലാക്ക് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ചാലകത്തിന്റെ ദർസിൽ വന്നു, സംശയം ചോദിച്ചു. മൗലാന ചാലകത്തും പറഞ്ഞു തൊലാക്ക് പോയി. അങ്ങനെ ആ ഒരു വ്യാപാരി സങ്കടത്തോടുകൂടി തിരിച്ചു പോകുമ്പോഴാണ് ദാറുൽ ഉലൂമിലെ കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തോട് എന്താണ് സങ്കടമെന്ന് പറയുകയും അപ്പൊ ആ കുട്ടി പറഞ്ഞു തൊലാക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. വലിയ പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകിയ സംഭവമാണ് തൊലാക്ക് പോയി എന്ന്. പക്ഷേ ഈ ദർസിലെ വിദ്യാർത്ഥി പറയുന്നു തൊലാക്ക് പോയിട്ടില്ല എന്ന്. എന്തു ചെയ്യും? അദ്ദേഹം നേരെ തിരിച്ച് ഉസ്താദിന്റെ അടുത്തേക്ക്, അഥവാ ചാലകത്തിന്റെ അടുത്തേക്ക് തന്നെ പോവാണ്. പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ദർസിൽ പഠിക്കുന്ന കുട്ടി പറയുന്നത് തൊലാക്ക് പോയിട്ടില്ല എന്നാണ്. അപ്പോ അതാരാണ് എന്ന് ചാലകത്ത് അന്വേഷിക്കുകയും
അത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. തന്റെ ശിഷ്യൻ ഒരിക്കലും അത് വെറുതെ പറയില്ല എന്ന് ഉസ്താദിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം നേരെ മഹാനവറുകളെ വിളിച്ചു. എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ആ ഒരു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയാൽ ത്വലാഖ് പോയിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് പണ്ഡിതന്മാരോട് കൂടെ ചെറുശ്ശേരി ഉസ്താദും വ്യാപാരിയും എല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ആ ഭാര്യയെ വിളിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെ അവര് ഫാത്തിഹ നിസ്കാരം ആരംഭിച്ചു. ഫാത്തിഹ ഓതി. ആ ഫാത്തിഹയിൽ ധാരാളം അബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഫാത്തിഹ ശരിയായിട്ടില്ല. ഫാത്തിഹ ശരിയായാലല്ലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം നിയമാംഗീകൃതമുള്ള ഒരു കാര്യവുമായി ബന്ധിച്ചാൽ മാത്രമേ ത്വലാഖ് പോവുകയുള്ളൂ. അങ്ങനെ ഇവിടെ നിയമസാധുതയുള്ള ഒരു നിസ്കാരം ഈ സ്ത്രീ നിർവഹിക്കാത്തത് കൊണ്ട് അവിടെ ത്വലാഖ് പോയിട്ടില്ല എന്ന് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വിധി പ്രസ്താവിക്കുകയായിരുന്നു. അത് തന്നെയായിരുന്നു ശരിയെന്ന് പണ്ഡിതന്മാർ ഒന്നടങ്കം ഇരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ. ഒരിക്കൽ ഒരു ഭർത്താവ്, അന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് കൂടി ഇത്തരം ഫത്വകൾ വെളിച്ചം വീശുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഭാര്യയോട് പറഞ്ഞു, ഇനി നീ നിന്റെ വീട്ടിലേക്ക് പോവാൻ പാടില്ല, നിന്റെ പിതാവിന്റെ വീട്ടിലേക്ക് നീ പോവാൻ പാടില്ല, അങ്ങനെ പോയാൽ നിന്നെ ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഇടക്കാണ് ഭാര്യയുടെ പിതാവ് അഥവാ അയാളുടെ ഭാര്യ പിതാവ് മരണപ്പെടുന്നത്. രണ്ടും കൽപ്പിച്ച് ആ മകൾ തന്റെ പിതാവിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി പോവുകയും അതോടുകൂടി ത്വലാഖ് പോയി എന്ന് പല പണ്ഡിതന്മാരും വിധിച്ചു. ഈ സമയത്ത് ഈ വിഷയം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തും എത്തി. അപ്പൊ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞത് ത്വലാഖ് പോയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന് കാരണമായി അവിടുന്ന് പറഞ്ഞത്, ആ പിതാവ് മരിക്കലോടുകൂടി ആ വീട് അയാളുടെ മക്കളുടേതായി, അതൊരിക്കലും പിതാവിൻ്റെതല്ല. അപ്പൊ പിതാവിന്റെ വീട്ടിലേക്കല്ല ഈ സ്ത്രീ പോയത്, അതുകൊണ്ട് അവിടെ ത്വലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയുകയാണ്. അപ്പൊ ഇത്തരം ഒരു നല്ല ഇന്റലിജന്റായ ബ്രില്യന്റായ ഒരു പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലുള്ള ഒരുപാട് ഫത്വകൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അവയെല്ലാം സമയാനുസൃതം നമുക്ക് പറയാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ദാറുൽ ഉലൂമിൽ സേവനം ചെയ്യുമ്പോഴാണ് 1918 ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ദാറുൽ ഉലൂമിൽ നിന്ന് പിരിയുന്നത്. അതോടുകൂടി ദാറുൽ ഉലൂമിൽ നിന്ന് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരും വിട പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് പോയത് കൊണ്ടോട്ടിക്ക് സമീപ പ്രദേശമായ മൊറയൂരിലേക്കായിരുന്നു. ആ ഒരു കാലത്ത് വളരെ ദർസ് സമ്പന്നമായിരുന്നു, ധാരാളം മുതഅല്ലിങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കൊയപ്പത്തൊടി അധികാരി പിന്നീട് ചെറുശ്ശേരി ഉസ്താദിനെ തന്നെ ദാറുൽ ഉലൂമിലേക്ക് ക്ഷണിക്കുകയും അവിടെ മുദരിസായി അദ്ദേഹം മാറുകയും ചെയ്തു. 926 വരെയാണ് ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഉലൂമിൽ തുടർന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെയധികം സംഭവ ബഹുലമായ ഒരു ഘട്ടമായിരുന്നു അത്. നമുക്കറിയാം 920-നും 26-നും ഇടക്കുമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളീയ മുസ്ലിം ചരിത്രത്തിൽ നിർണായകമായ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ വർഷങ്ങളിൽ 920 മുതലാണല്ലോ ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ പ്രചരിക്കുന്നത്. ആ സമയത്ത് തന്റെ സഹോദരങ്ങളോടൊപ്പം ചെറുശ്ശേരി അലി മുസ്ലിയാർ, സൈനുദ്ദീൻ മുസ്ലിയാർ ഒന്നാമൻ തുടങ്ങിയ പണ്ഡിത വരേണ്യരോടൊപ്പം ഖിലാഫത്ത് സമരത്തെ അനുകൂലിക്കുകയും അതിനുവേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മാറുകയും ചെയ്തു.
20 നവംബർ 20 കൊണ്ടോട്ടിയിൽ ഒരു ഖിലാഫത്ത് സമ്മേളനം നടക്കുന്നുണ്ട്. ഗാന്ധിജിയൊക്കെ അന്ന് കേരളം സന്ദർശിച്ച സമയമാണ്. ആ സമ്മേളനത്തിൽ മാതൃഭൂമി സ്ഥാപക പത്രാധിപരായിരുന്ന കെ മാധവൻ നായരും അതുപോലെ മറ്റു വലിയ കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഖിലാഫത്ത് സമ്മേളനത്തിൽ ചെറുശ്ശേരി ഉസ്താദ് പങ്കെടുക്കുകയാണ്. ആ സമയത്ത് ആ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നത് മഹാനവറുകളായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഗുണ്ടകളുടെ നേതൃത്വത്തിൽ സമ്മേളനം കലക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ, അലങ്കോലമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെ പക്വതയോടുകൂടി നേരിടുന്നതിൽ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പങ്ക് നിർണായകമായിരുന്നു എന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല 921 മാനിഫെസ്റ്റോ ആയി അറിയപ്പെടുന്ന ഒരു ഫത്വ ഗ്രന്ഥമാണ് ആമിനുമ്മാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ. ആ മുഹിമ്മാത്തുൽ മുഅ്മിനീന് അവതാരിക എഴുതിയത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ താക്കീത് നൽകുകയും പിന്നീട് ഖിലാഫത്തിന് അനുകൂലിച്ചു എന്ന പേരിൽ ആ പുസ്തകം കണ്ടുകെട്ടുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ അവതാരികയായി ബഹുമാനപ്പെട്ടവർ എഴുതിയ ഭാഗം ഇങ്ങനെ വായിക്കാം. ഈ തർജ്ജമയിൽ ഞാൻ പരിശോധിച്ചതിൽ ഇപ്പോൾ നടന്നു വരുന്ന ഖിലാഫത്ത് വിഷയത്തിലേക്ക് വളരെ ആവശ്യമുള്ളതും അതിലേക്ക് വേണ്ടുന്ന ആയാത്ത് ഹദീസുകൾ ഇവകളുടെ സാരാർത്ഥങ്ങൾ ഇതിൽ നല്ല പ്രകാരം വിവരിച്ചതായും കണ്ടതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുകയും തർജ്ജമക്കാരന് നന്ദി പറഞ്ഞുകൊള്ളുകയും ചെയ്യുന്നു. അഥവാ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് അതിനനുകൂലിച്ചുകൊണ്ട് ഖുർആനിക ആയത്തുകളും ഹദീസുകളും വിവരിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് മുഹിമ്മാത്തുൽ മുഅ്മിനീൻ. 40 പേജുള്ള ആ ഗ്രന്ഥം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് യഥാവിധി ശരിയാണ് എന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നുമാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതോടനുബന്ധിച്ച് തന്റെ അവതാരികയിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടായി ഖാളി അബ്ദുള്ള മുസ്ലിയാർ, പാനായിക്കുളം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയ വലിയ പണ്ഡിതന്മാരും ആമിനുമ്മാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന സാമ്രാജ്യത്വ വിരുദ്ധ ഫത്വക്ക് അവതാരിക എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവതാരിക എഴുതാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ സമീപിച്ചിരുന്നത് എന്നത് തന്നെ മാത്രം മതി അവിടുത്തെ മഹത്വം മനസ്സിലാക്കാൻ. ഇത് മാത്രമല്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് അവിടുന്ന് അവതാരിക എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് സമസ്ത സ്ഥാപകനാണ്. അതുപോലെ അതിന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും സ്ഥാനമലങ്കരിച്ച വളരെ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് പാങ്ങിൽ ഉസ്താദ്. ഈ പാങ്ങിൽ ഉസ്താദിന്റെ രചനകൾ എഡിറ്റ് ചെയ്ത് നൽകിയിരുന്നത് ബഹുമാനപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പാങ്ങിൽ ഉസ്താദ് പലപ്പോഴും ചെറുശ്ശേരി ഉസ്താദിന്റെ ചാരത്തെത്തുകയും അവിടുത്തെ ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്ത് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല 921 ശേഷം കേരളീയ മുസ്ലിം പണ്ഡിതന്മാർ, പാരമ്പര്യ വിശ്വാസികൾക്ക്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പണ്ഡിത സംഘടന വേണം എന്ന ലക്ഷ്യത്തോടുകൂടി സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചപ്പോ അതിന് ആശീർവാദം തേടി ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സമീപത്ത് വന്നിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കരിമ്പനക്കൽ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ വഹാബി ഖണ്ഡനം, ഖുലാസ, ഖിലാഫത്ത് തർജമ, റദ്ദുൽ ഹിന്ദ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾക്കൊക്കെ അവതാരിക എഴുതാൻ അക്കാലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ സമീപിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അക്കാലത്ത് ഓത്തുപള്ളികളിൽ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു പാഠാവലി ആദ്യമായി തയ്യാറാക്കിയത് ബഹുമാനപ്പെട്ടവരായിരുന്നു എന്ന് രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും.
പക്ഷേ അവിടുത്തെ രചനകൾ അപൂർവമായേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന ഒരു ദുഃഖം ഈ അവസരത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവയൊക്കെ പഠന വിധേയമാക്കി സമൂഹത്തിന് സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അവിടുത്തെ അധ്യാപനം, അവിടുത്തെ പാണ്ഡിത്യത്തിന്റെ മികവ് എല്ലാം വളരെ അമ്പരപ്പിക്കുന്നതാണ്. ഒരിക്കലും ഒരു പ്രമാണിയുടെ മുന്നിലും അവിടുന്ന് തലകുനിച്ചു കൊടുത്തിരുന്നില്ല. 1921 മലബാർ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ആമു സാഹിബ് എന്ന് പറയുന്നത്. പലരും ഇന്ന് മലബാർ സമരത്തെ ഒരു വർഗീയ ലഹളയായി പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, അതിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചതും മുസ്ലിങ്ങളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആമു സാഹിബ്. ആമു സാഹിബ് ഒരിക്കൽ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം അപായപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അത് അലങ്കോലമാക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ അതിനെതിരെ സധീരം നിലകൊള്ളുകയും ആമു സാഹിബിന്റെ മുഖത്ത് നോക്കി ഗർജിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അതോടുകൂടി ഗത്യന്തരമില്ലാതെ ആമു സാഹിബിന് പിന്തിരിയേണ്ടി വന്നു. അത്രയും വലിയ ധീരനായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അതുപോലെ തന്നെ ഒരിക്കൽ വാഴക്കാട് ദാറുൽ ഉലൂമിൽ വെച്ച് കൊയപ്പത്തൊടി അധികാരി ഹദ്ദാദ് നടക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ചാരത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ഹദ്ദാദ് അല്ലാത്തത്? കുട്ടികളും എല്ലാവരും ഹദ്ദാദ് ചെല്ലുന്നുണ്ടല്ലോ. അപ്പൊ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ധൈര്യത്തോടു കൂടി പറഞ്ഞു, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് സൗകര്യമുണ്ടാകുമ്പോ ഞാൻ ചൊല്ലിക്കോളാം, നിങ്ങൾ അതിൽ ഇടപെടാൻ വരേണ്ടതില്ല. കൊയപ്പത്തൊടി അധികാരിയുടെ മുഖത്തു നോക്കി അദ്ദേഹം ഒരു മടിയുമില്ലാതെ പറഞ്ഞു എന്നത് മഹാനവറുകളുടെ മഹത്വം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ ബുദ്ധിശാലിയായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ നല്ല ഓർമ്മശക്തി, ഇബാറത്തുകളെല്ലാം, ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികളെല്ലാം മനഃപ്പാടമായി കൃത്യമായി അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ മറ്റത്തൂരിൽ വെച്ച് വാളിന് പോയ സമയത്ത് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് നവറല്ലാഹു മർക്കദ, അവിടുത്തെ പിതാവ് വലിയ ആലിമാണ്, പണ്ഡിതനാണ്, ത്വരീഖത്തുകളുടെ ഷെയ്ഖാണ്. അതുപോലെ പാങ്ങൽ ഉസ്താദൊക്കെ സമസ്തയുടെ രൂപീകരണ സമയത്ത് ആശീർവാദം തേടി മഹാനവറുകളുടെ ചാരത്ത് വരുന്നുണ്ട്. അത്രയും വലിയ പണ്ഡിതനായിരുന്നു വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പിതാവ്. അദ്ദേഹം ഒരു കത്ത് ചെറുശ്ശേരി ഉസ്താദിന് കൊടുത്തയക്കാണ്. അങ്ങനെ ആ കത്ത് വായിച്ച് പിറ്റേ ദിവസം വാളക്കുളത്തേക്ക് പല്ലക്കിൽ ചെറുശ്ശേരി ഉസ്താദ് എത്തുകയാണ്. അങ്ങനെ സന്ദർശന വേളയിൽ അവിടെ അന്ന് അപൂർവമായി പണ്ഡിതന്മാർക്കിടയിൽ ലഭ്യമായിരുന്ന ഒരു കിതാബായിരുന്നു സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സമർപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം ആ വീട്ടിൽ വെച്ച് ചെറുശ്ശേരി ഉസ്താദ് മറച്ചു നോക്കുകയും അത് കുറെ ഭാഗങ്ങൾ വായിക്കുകയും ചെയ്തു. പിന്നീട് ഉസ്താദിന് ആ കിതാബ് കാണുന്നില്ല, അതിനു മുമ്പ് കണ്ടിട്ടുമില്ല. ആ ഗ്രന്ഥത്തിലെ ഉദ്ധരണികളായിരുന്നു പിറ്റേ ദിവസം ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ വഹാബികളെ ഗണ്ണിച്ചുകൊണ്ട് അവിടുന്ന് അവതരിപ്പിച്ചത്. അതിലെ ഇബാറത്തുകൾ മനഃപ്പാടമായി അവിടുന്ന് ചൊല്ലുകയും അത് പറയുകയും ചെയ്തു. അത് കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരിക്കൽ അജ്മീറിൽ ചെന്ന സമയത്ത് ഒരു രോഗശമനത്തിന് വേണ്ടിയാണ് അജ്മീറിൽ എത്തുന്നത്. ആ സമയത്ത് അജ്മീറിലെ ദർഗയുടെ ചുമരിൽ ഒരു ബൈത്ത് എഴുതി വെക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. ആയിടക്കാണ് മണ്ണാർക്കാട് വെച്ച് ഒരു പ്രഭാഷണം നടക്കുന്നത്. അങ്ങനെ അന്ന്
വാളിനിടയിൽ ചില ബൈത്തുകളൊക്കെ ചെല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു പണ്ഡിതൻ ബൈത്ത് ചൊല്ലി അജ്മീർ ഷെയ്ഖിനെ തവസ്സുലാക്കിക്കൊണ്ട്. നോക്കുമ്പോ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ അജ്മീറിൽ എഴുതി വെച്ച ബൈത്തായിരുന്നു അത്. അപ്പോ അവിടുന്ന് ചോദിച്ചു, എവിടുന്നാണ് ഈ ബൈത്ത് കിട്ടിയത്, ഈ പദ്യശകലം എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് അജ്മീറിൽ വെച്ച് ഞാൻ സിയാറത്തിന് പോയ സമയത്ത് ഞാൻ കണ്ടതാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഞാൻ നിരന്തരമായി ഈ ബൈത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് അവിടുന്ന് അജ്മീർ ഷെയ്ഖിന്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഈ ബൈത്ത് ചൊല്ലിയതിന്റെ കാരണം രോഗശമനം ഉണ്ടായി എന്ന് ആ പണ്ഡിതൻ ചെറുശ്ശേരി ഉസ്താദിനോട് പറയാണ്. അത്രയും വലിയ സ്വാധീനശേഷിയുള്ള ആത്മീയമായ ഔന്നിത്യം നേടിയ ഒരു ആരിഫും ആലിമുമായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറയുന്ന ഒരു കാര്യമാണ്, നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന്. അത് നജസ് നീക്കിയതിനു ശേഷം 7 വട്ടമാണ് എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ആ നജസ് നീക്കുന്നതോടൊപ്പമുള്ള 7 തവണയുള്ള കഴുകലാണ് എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ ഫത്ഹുൽ മുഈനിൽ ആ ഭാഗത്ത് ഇബാറത്തുള്ളത് ബഅദ സവാലി ഐനിഹി എന്നാണ്. അങ്ങനെ പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് ചർച്ച നടത്തി. നവവി ഇമാമ് പറയുന്നത് നജസ് നീങ്ങുന്നത് 1 പ്രാവശ്യം കഴുകലാണ്, അതിനുശേഷം 6 പ്രാവശ്യം കഴുകിയാൽ മതി എന്നാണ്. അതേസമയം റാഫി ഇമാമ് പറയുന്നത് നജസ് നീക്കിയതിന്റെ ശേഷവും 7 പ്രാവശ്യം കഴുകണം എന്നുള്ളതാണ്. അപ്പോ ഷാഫിഈ മദ്ഹബ് പ്രകാരം പ്രബലമായ അഭിപ്രായം നവവി ഇമാമിന്റേതാണ്. അപ്പൊ അതിനൊപ്പിച്ച് ഫത്ഹുൽ മുഈനിന്റെ ഇബാറത്ത് വായിച്ച് അർത്ഥം വെക്കണമല്ലോ. അങ്ങനെ പണ്ഡിതന്മാര് അർത്ഥം വെച്ചു. ആ ബഅദ എന്നുള്ള ഭാഗത്ത് മഅ കൂടെ എന്നുള്ള ഒരു ആശയം പറയുകയാണ്. ബഅദക്ക് മഅ അഥവാ കൂടെ എന്നുള്ള അർത്ഥം വരുമ്പോ മഅ സവാലി ഐനിഹി, ആ നജസിന്റെ ഭാഗം നീങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ നീങ്ങലോട് കൂടെ 7 തവണ കഴുകിയാൽ മതി എന്നർത്ഥം വരും. ഈ ഒരു ചർച്ച ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അടുത്ത് എത്തിയപ്പോ അദ്ദേഹം ആ ഇബാറത്ത് നോക്കിയിട്ട് പറഞ്ഞു, ബിഅദ്ദി സവാലി ഐനിഹി എന്ന് വായിച്ചാ പോരെ, അവിടെ ബാധക്ക് മാന്റെ അർത്ഥം കൊടുക്കേണ്ടതില്ലല്ലോ, കൂടെ എന്ന അർത്ഥം വെക്കണ്ടല്ലോ, നേരെ തന്നെ നമുക്ക് ബിഅദ്ദി സവാലി ഐനിഹി എന്ന് വായിച്ചാ പോരെ. അഥവാ നജസിന്റെ ആ ഒരു ഭാഗം നീങ്ങുന്നതിനെ എണ്ണലോടുകൂടി 7 പ്രാവശ്യം എന്ന് പറഞ്ഞാ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവിടുത്തെ പാണ്ഡിത്യത്തിന്റെ ഗരിമ അക്കാലത്തെ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ മറ്റൊരു മസലയാണ് തല്ലഖ്തുകി വാഹിദത്തൻ വസ്നൈൻ, നിന്നെ 1-2 ത്വലാഖ് ഞാൻ ചൊല്ലി എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അത് അറബി നിയമപ്രകാരം 3 ത്വലാഖായിട്ടാണ് പരിഗണിക്കുക. പക്ഷെ അതിന് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഫത്വ നൽകിയത് അവിടെ 1-2 ത്വലാഖായി പോയിട്ടുള്ളൂ. മലയാളത്തിൽ ആ ഭാഗം പറയുമ്പോ നിന്നെ 1-2 ത്വലാഖ് ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞാൽ 1-ാമത്തെയും 2-ാമത്തെയും ത്വലാഖ് ചൊല്ലി എന്നേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ 3 ത്വലാഖും പോയി എന്ന് പറയാൻ കഴിയില്ല. അറബിയിലും മലയാളത്തിലും ശൈലി വ്യത്യാസമുണ്ട് എന്ന് അവിടുന്ന് ഫത്വ നൽകിയതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രയും പ്രാവീണ്യമുള്ള പ്രതിഭാശാലിയായ ബുദ്ധിശാലിയായ വലിയൊരു ആലിമായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ശിഷ്യഗണങ്ങൾ അവിടത്തേക്കുണ്ട്. ദാറുൽ ഉലൂം അധ്യാപന കാലത്തും അതിനുശേഷം മൊറയൂരിലും മുമ്പ് കൊടിയത്തൂരിലും ഒക്കെ അധ്യാപനം നടത്തിയ സമയത്തൊക്കെ ഒരുപാട് ശിഷ്യഗണങ്ങൾ അവിടത്തേക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ നല്ലളം, മണ്ണാർക്കാട്, മഅദനുൽ ഉലൂം ഇവിടങ്ങളിലൊക്കെ അദ്ദേഹം ദർസ് നടത്തിയിട്ടുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്
ബഹുമാനപ്പെട്ട തഅജീലുൽ ഫുതൂഹിന്റെ മുസന്നിഫ് രചയിതാവ് നാലകത്ത് മരക്കാർകുട്ടി മുസ്ലിയാർ ഇന്ന് ധാരാളമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരു ബദരിയത്താണ്. ബദരീങ്ങളുടെ പേരുകൾ അതുപോലെ ഉഹുദ് ശുഹദാക്കളുടെ പേരുകളെല്ലാം കോർത്തിണക്കിയ മനോഹരമായ ഒരു കാവ്യമാണ് തഅജീലുൽ ഫുതൂഹ് എന്ന് പറയുന്നത്. അതിന്റെ രചയിതാവായ നാലകത്ത് മരക്കാർകുട്ടി മുസ്ലിയാർ, അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി ധാരാളം ശിഷ്യഗണങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ രസകരമായ, നമുക്കൊക്കെ വൈജ്ഞാനിക മേഖലയിലെ ആശയ സംവേദനങ്ങൾക്ക് മാതൃകാപരമായ അടിസ്ഥാനം നിർണ്ണയിക്കുന്ന സംഭവങ്ങൾ കാണാൻ കഴിയും. ഒരിക്കൽ സബക്കിൽ വെച്ച് ഒരു ഇബാറത്ത് വായിക്കവേ മെയിൻ ടെക്സ്റ്റ് മത്തിന്, അതിന്റെ വ്യാഖ്യാനം ഷറഹ്, അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ഇഖ്തിലാഫ്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് മാത്തിൻ അഥവാ കിതാബിന്റെ ഗ്രന്ഥകാരൻ ഒരഭിപ്രായമാണ് പറയുന്നത്, അതിന്റെ വ്യാഖ്യാതാവ് മറ്റൊരു അഭിപ്രായമാണ് പറയുന്നത്. അത് വായിച്ചിട്ട് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞു, ഇതിൽ മൂന്നാമത്തെ ഒരു അഭിപ്രായം കൂടിയുണ്ട് എന്ന്. അങ്ങനെ മൂന്നാമത്തെ അഭിപ്രായം അവിടുന്ന് അവതരിപ്പിച്ചു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ട് നാലാമത്തെ ഒരു അഭിപ്രായം കൂടി കണ്ണിയത്ത് ഉസ്താദ് ഗുരുവിന്റെ മുമ്പിൽ വെച്ചു. അപ്പോ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത്, അഹമ്മദിന്റെ വാക്കുകളിലും ശരിയുണ്ട്, അതും ശരിയാണ് എന്നുള്ള വിനയത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളാണ് എന്നുള്ള ഒരു തീർച്ചപ്പെടുത്തൽ, ഒരു അധ്യാപനമാണ് ബഹുമാനപ്പെട്ടവർ അതിലൂടെ നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ധാരാളം വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ, കൊരൂര് ത്വരീഖത്തിനെതിരെ, കൊരൂര് ഷെയ്ഖിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിത്വമായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അക്കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിവാദമാണ് ദാവൂദ് നബി അലൈഹിസ്സലാം നബിയാണോ റസൂലാണോ എന്നുള്ളത്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു ദാവൂദ് അലൈഹിസ്സലാം നബി മാത്രമാണ്, അവിടുന്ന് റസൂലല്ല എന്ന്. ആ വിവാദത്തിന് വിധി തീർപ്പ് കൽപ്പിച്ചത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അവിടുന്ന് പറഞ്ഞു, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് എന്ന് അൽ ബഖറയിലെ ആയത്തുണ്ട്. അവിടെ പ്രവാചകന്മാരിൽ മുർസലീങ്ങളിൽ ചിലരെ നാം സവിശേഷതയുള്ളവരാക്കി, ഔന്നത്യമുള്ളവരാക്കി എന്ന് പറയുന്നതിന്റെ തുടർച്ചയായി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പേരും പറയുന്നുണ്ട്. അതുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം റസൂലുമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഫത്വ നൽകുകയുണ്ടായി. ആ ഒരു ഫത്വയെ സമൂഹം അംഗീകരിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ മഹാനവറുകളെ കുറിച്ച് പറയാനുണ്ട്. സമയദൈർഘ്യം ഭയന്ന് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ഇത്തരത്തിൽ പരിചയപ്പെടാനുള്ള ഒരു അവസരം, അവിടത്തെ കുറിച്ച് മദ്ഹ് പറയാനുള്ള ഒരു അവസരം നൽകിയതിൽ അള്ളാഹുവിനെ പ്രത്യേകമായി സ്തുതിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ മദദ് ഫളലിഹിം കൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ സംരക്ഷണം നൽകുമാറാവട്ടെ. ഒരു റജബ് 27 ആയിരുന്നു 1349, ഹിജ്റ 1349 അഥവാ 1930 തന്റെ 60-ാം വയസ്സിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട ചൊല്ലിയത്. അവിടുത്തെ മറസിയത്തായി മുത്തന്നൂർ മണ്ണിൽ തൊടിക അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതുപോലെ മുഹമ്മദ് ഫൈ മൗലവി നെല്ലിക്കുത്ത് ഇവരൊക്കെ മറസിയത്തുകൾ, അനുശോചന കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ സവിശേഷമായ നിർണായകമായ കേരള മുസ്ലിം ചരിത്രത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു നെല്ലിക്കുത്ത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മഹാനവറുകളെ കുറിച്ച് ശരിയായ പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് ആ ഒരു അപര്യാപ്തതയെ പരിഹരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ച SSF കൊണ്ടോട്ടി ഡിവിഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്
വാക്കുകൾക്ക് വിട. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. മഹാനവറുകളുടെ ശഫാഅത്ത് ഇരുലോകത്തും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.